എല്ലാവർക്കും നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ സജ്ജനങ്ങളോട് പറയുന്നത് ഒരു ഭഗവത് കഥയാണ്. ഈ കഥ നടക്കുന്നത് പത്മപുരാണത്തിൽ ഉള്ളൊരു കഥയാണ് പറയുന്നത്. ഭാഗവതത്തിൻ്റെ ഒരു മാഹാത്മ്യത്തിൽ വരുന്ന കഥയാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും കേട്ടിട്ടുള്ള അറിയുന്ന ഒരു കഥയും കൂടിയായിരിക്കും. എന്തായാലും ഈ കഥ വൈഷ്ണവ സുദർശനത്തിലൂടെ എല്ലാ സജ്ജനങ്ങളിലേക്കും എത്തിക്കുകയാണ്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ദക്ഷിണദേശത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നദിയാണ് തുംഗഭദ്ര നദി. അപ്പോൾ ഈ നദിയുടെ തീരത്തിൽ പണ്ട് കാലത്ത് ഉത്തമമായിട്ടുള്ള ഒരു നഗരമുണ്ടായിരുന്നു. അപ്പോൾ ഈ നഗരത്തിലുള്ള ബ്രാഹ്മണന്മാരൊക്കെ അവരുടെ സ്വധർമ്മങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിക്കുന്നവരും, അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, ധർമ്മത്തിൽ നിഷ്ഠയുള്ളവർ, അതുപോലെ ശുഭാചാരങ്ങളൊക്കെ വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടിയൊക്കെ ചെയ്യുന്ന ബ്രാഹ്മണന്മാരായിരുന്നു. ആ നഗരത്തിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം സർവവേദങ്ങളിലും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വേദങ്ങളിലും സ്മൃതികളിലൊക്കെ വിധിച്ചിരിക്കുന്ന ആ ധർമ്മങ്ങളിലൊക്കെ ശ്രദ്ധാലുവുമായിരുന്നു. അദ്ദേഹത്തിനൊരു സൂര്യ തേജസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആത്മദേവൻ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. സർവ്വവേദങ്ങളും നന്നായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു ഉത്തമനായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു ആത്മദേവൻ. ആത്മദേവന് ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ പേര് ദുന്ധുളി എന്നായിരുന്നു. ഈ ദുന്ധുളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ എന്താണോ പറയുന്നത് അത് സാധിക്കണം, അല്ലെങ്കിൽ അത് നിർബന്ധ ബുദ്ധിയോടുകൂടി സാധിപ്പിക്കുന്ന ഒരു സ്വഭാവം. പക്ഷെ അവൾ വളരെ സുന്ദരിയായിരുന്നു. വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു കുലത്തിലൊക്കെ ജനിച്ചവളൊക്കെ ആയിരുന്നു. ഇവളുടെ മറ്റു പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലുള്ള മറ്റു ജനങ്ങളിലേക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അതൊക്കെ കേൾക്കുന്നതും അതൊക്കെ പറയുന്നതിലുമൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അധികം സംസാരിക്കും. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ സ്വന്തം ഗൃഹത്തിലെ ജോലികളൊക്കെ ചെയ്യുന്നതിനൊക്കെ വളരെ സാമർഥ്യം ഉള്ളവളാണ്. അതുപോലെ തന്നെ എന്നാൽ അതിഥി സൽക്കാരം, നമ്മുടെ ഒരു വീട്ടിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി ദേവോ ഭവ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ അതിഥികളെയൊക്കെ സൽക്കരിക്കാനൊക്കെ വളരെ മനസ്സില്ലാത്തവളും ഒക്കെ ആയിരുന്നു ഈ ദുന്ധുളി. അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദാനം ഒക്കെ ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒട്ടും താല്പര്യമില്ല. എല്ലാം എനിക്ക് വേണം, എൻ്റേത് എന്നുള്ള ഒരു താല്പര്യമായിരുന്നു. അതുപോലെ തന്നെ കലഹപ്രിയയായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് ഒരു കലഹത്തിനൊക്കെ താല്പര്യമുള്ളൊരു സ്ത്രീയായിരുന്നു ഈ ദുന്ധുളി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. അപ്പോൾ ഇവർക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ ആത്മദേവനും അതുപോലെ തന്നെ ഈ ദുന്ധുളിയൊക്കെ കഴിയുന്നുണ്ടെങ്കിലും ഇവർക്ക് വർഷങ്ങളായിട്ട് ഇവർക്ക് കുട്ടികളില്ല. സന്താന ദുഃഖം, അതായത് സന്താനം ഇല്ലായ്മ എന്നുള്ളൊരു ദുഃഖം ഇവരെ വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, ഇങ്ങനെ സന്താനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പശുക്കളെ ദാനം ചെയ്യുക, ഭൂമി ദാനം ചെയ്യുക, സ്വർണം ദാനം ചെയ്യുക, വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞതനുസരിച്ചിട്ട് ഈ ആത്മദേവനും ദുന്ധുളിയും ചേർന്ന്
അവർ ധാരാളം പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഭൂമിയും പശുവും സ്വർണവും വസ്ത്രങ്ങളൊക്കെ അങ്ങനെ ദാനമൊക്കെ ചെയ്യാൻ തുടങ്ങി. ഏകദേശം വീട്ടിലുള്ള സ്വത്തിൻ്റെയൊക്കെ ഒരു പകുതിയോളം ഇവർ ദാനമായിട്ട് തന്നെ ചെയ്തു. എന്നിട്ട് കൂടി അവർക്കൊരു പുത്രനോ പുത്രിയോ ഒന്നും ജനിച്ചില്ല. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കും ഇവർ ഇത്രയൊക്കെ ദാനം ചെയ്തിട്ടും ഒന്നും ആ കുട്ടികൾ ഉണ്ടാവാത്തത് കൊണ്ട് ഇവർ സ്വാഭാവികമായിട്ടും വളരെയധികം ദുഃഖിതരായിട്ട് തന്നെ ഭവിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ബ്രാഹ്മണന്, ഈ ആത്മദേവന് ദുഃഖം സഹിക്കവയ്യാതെ വന്നപ്പോൾ അദ്ദേഹം ഈ വീട് വിട്ട് അദ്ദേഹം ഒരു കാട്ടിലേക്ക് പോയി. അദ്ദേഹം ഇനി തിരികെ വീട്ടിലേക്ക് വരുന്നില്ല. ദുഃഖത്തോടു കൂടി തന്നെ അദ്ദേഹം കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു കാട്ടിൽ ഇരിക്കുന്ന സമയത്ത് വളരെയധികം ഒരു ഉച്ചയോട് അടുത്ത സമയത്ത് അദ്ദേഹത്തിന് വളരെ ദാഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം അടുത്തുള്ളൊരു തടാകത്തിൽ വെള്ളം കുടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് വെള്ളം എടുത്ത് കുടിച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ സന്താനമില്ലാത്തതിൻ്റെ ഒരു ദുഃഖം അങ്ങനെ അലയടിക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു സന്യാസി അവിടെ എത്തിച്ചേരുകയാണ്. എവിടെ നിന്നെന്ന് അറിയില്ല, അദ്ദേഹം അവിടെ വന്നു. ഈ സന്യാസി ശ്രേഷ്ഠൻ അവിടെ വന്നു. അദ്ദേഹവും കുറച്ച് ജലപാനമൊക്കെ ചെയ്ത ശേഷം ഒരു സ്ഥലത്തിലിങ്ങനെ വിശ്രമിക്കുമായിരുന്നു. ഉടനെ തന്നെ ഈ സന്യാസിയെ കണ്ടതും ആ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് അദ്ദേഹം വളരെ ഒരു വിഷമത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലായിട്ട് നിന്നു. അല്ലേ, അന്നും ആ സന്യാസി ശ്രേഷ്ഠന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബ്രാഹ്മണർ പോലും, അതായത് സന്യാസി ശ്രേഷ്ഠന്മാർ ആരാണ്? ലോക നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നവരാണ്, അല്ലേ. അപ്പം അവരെ കണ്ടപ്പോഴത്തേക്കും ആ ഒരു ബഹുമാനം നിമിത്തം ആ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് നിന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ദുഃഖഭാവം കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതായത് ഈ സന്യാസി ചോദിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണ, അങ്ങയുടെ മുഖം കണ്ട് അങ്ങ് വളരെയധികം വ്യസനിക്കുന്നതായിട്ട്, വളരെ ദുഃഖിക്കുന്നതായിട്ട് കാണുന്നല്ലോ. അതിനെന്താണ് കാരണം? അങ്ങയെ ഇപ്പോൾ ഈ ബാധിച്ചിരിക്കുന്ന ശക്തിയേറിയായിട്ടുള്ള ആ ദുഃഖം എന്താണ്? എന്ത് ദുഃഖം കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ വിഷമിക്കുന്നത്? അങ്ങയുടെ വ്യസന കാരണം എന്താണെന്ന് അങ്ങ് എന്നോട് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടതും ഈ ബ്രാഹ്മണൻ പറഞ്ഞു, അല്ലയോ ഋഷി, ഞാൻ എങ്ങനെയാണ് എൻ്റെ ദുഃഖത്തെക്കുറിച്ച്, എൻ്റെ ദുഃഖം അങ്ങയോട് പറയേണ്ടതെന്നും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം, ജന്മാന്തര ദുരിതത്താൽ ഞാൻ സമ്പാദിച്ചതാണെന്ന് കരുതുന്നു അദ്ദേഹം പറയുന്നത്. എനിക്ക് ഇതിനു മുമ്പുള്ള ജന്മങ്ങളിലൊക്കെ ഞാൻ ചെയ്ത എന്തൊക്കെയോ ദുരിതങ്ങൾ കൊണ്ട് സംഭവിച്ചാണ് എനിക്ക് ഈ ജന്മത്തിൽ അങ്ങനെ ഒരു ദുഃഖം വന്നത് എന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ പിതൃക്കൾക്കായിട്ട് തർപ്പണങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. മാത്രമല്ല, ഞാൻ സമർപ്പിക്കുന്ന ഈ തർപ്പണങ്ങൾ ഈ ജലത്തെ ദേവന്മാരും അതുപോലെ തന്നെ ബ്രാഹ്മണാദികളും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ സന്താനമില്ലായ്മയെക്കുറിച്ചുള്ള ഈ ഒരു ദുഃഖം നിമിത്തം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മരിച്ചതിന് തുല്യനാണ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ പ്രാണത്യാഗം ചെയ്യുവാനായിട്ടാണ് ഈ തടാകക്കരയിൽ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുകയാണ്. ഞാനിനി ഒരു പശുവിനെ വളർത്തുകയാണെങ്കിൽ, ബ്രാഹ്മണൻ പറയുകയാണ്, ഈ ആത്മദേവൻ പറയുകയാണ്, ഞാനൊരു പശുവിനെയാണ് വളർത്തുന്നതെങ്കിൽ അത് ഒരു വന്ധ്യയായിട്ട് ഭവിക്കും. അതായത് അത് പ്രസവിക്കുകയില്ലെന്ന് സാരം. ഇനി ഞാനൊരു വൃക്ഷത്തെ നട്ട് നനച്ച് വളർത്തിക്കഴിഞ്ഞാൽ അത്
2 ദിവസം കഴിയുമ്പോഴത്തേക്കും കായ്ക്കാതെ അത് കരിഞ്ഞ് ഉണങ്ങി ഇല്ലാണ്ടാവും. അത് അത്രത്തോളം ഭാഗ്യമില്ലാത്ത ഒരാളാണ് ഞാൻ മഹർഷേ. ഇനി എൻ്റെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഫലങ്ങളോ പുഷ്പങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേഗത്തിൽ ഇല്ലാണ്ടുമാവും. അപ്പം അത്രത്തോളം ഭാഗ്യഹീനനും സന്താനമില്ലാത്തവനുമായിട്ടുള്ള ഞാൻ ഇനി ജീവിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇനി ജീവിച്ചിരുന്നുകൊണ്ട് എന്താണ് ഫലം? എൻ്റെ വീട്ടിൽ ഞാൻ കുഴിച്ചു വെച്ച ഒരു ചെടി പോലും മുകളിലേക്ക് ഉയർന്നു വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഈ ഭൂമിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദുഃഖാക്രാന്തനായിട്ടുള്ള ആ ബ്രാഹ്മണൻ ആ സന്യാസിയുടെ മുമ്പിൽ നിന്നിട്ട് അങ്ങനെ ഉച്ചത്തിൽ അങ്ങനെ കരയുകയാണ്. അപ്പോൾ ഇത് കണ്ടതും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വലിയൊരു കരുണ ഈ യതിക്ക്, ഈ സന്യാസിക്ക്, ഈ ആത്മദേവനോട് ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ത്രികാലജ്ഞാനിയായിട്ടുള്ളൊരു ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശിരോലിഖിതം, ആ തലയിലെഴുത്ത് എന്താണെന്ന് ത്രികാലജ്ഞാനിയുള്ള അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹത്തിന് അത്രത്തോളം യോഗപ്രഭാവശേഷിയുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച ആ സന്യാസി ബ്രാഹ്മണനോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറയുന്നത്? അല്ലയോ ബ്രാഹ്മണ, അങ്ങ് ഈ പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം അത് യഥാർത്ഥത്തിൽ ആത്മസ്വരൂപത്തെ അറിയാത്തതിൻ്റെ ഫലമാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഈശ്വരനെ അങ്ങ് അറിയാത്തത് കൊണ്ടാണ്, ഈശ്വരൻ്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആത്മതത്വം അങ്ങേക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങിങ്ങനെ കുട്ടിയില്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നത്. അത് അജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ട് ആ അജ്ഞാനത്തെ അങ്ങ് വിട്ടുകളയാൻ പറയുകയാണ്. പിന്നെ അങ്ങക്ക് ഈ പുത്രൻ ഉണ്ടാകാനുള്ള യാതൊരുവിധ നിമിത്തങ്ങളുമില്ല, അല്ലെങ്കിൽ അതിനുള്ള യാതൊരുവിധ ദൃഷ്ടങ്ങളും ഒന്നും കാണുന്നുമില്ല. അതുകൊണ്ട് അങ്ങ് ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് അറിയുന്ന വിവേകത്തെ വേണ്ടും വിധം സമ്പാദിച്ചിട്ട് ഈ സംസാരവാസനയെ അങ്ങ് വിട്ടുകളയുക എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ, അങ്ങ് ഞാൻ പറയുന്നതിനെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അങ്ങയുടെ പ്രാരബ്ധ കർമ്മത്തെ ഞാനിപ്പോൾ നന്നായി കണ്ടറിയുന്നുണ്ട്. അങ്ങക്ക് ഈ ജന്മമെന്നല്ല, ഇനി വരുന്ന 7 ജന്മം കഴിയുന്നതുവരെ അങ്ങക്ക് പുത്രൻ ജനിക്കുകയേയില്ല എന്ന് പറയുകയാണ്. അല്ലാതെ പുതിയ ആൾക്കാരെ പോലെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം പറയുകയാണ്, ഉള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലേ, അങ്ങക്കിനി ഈ ജന്മത്തിലെന്നല്ല, ഇനി 7 ജന്മത്തിലേക്ക് അങ്ങക്ക് സന്തതികൾ ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. പിന്നെ അദ്ദേഹം ആ സന്തതി നിമിത്തം ദുഃഖം അനുഭവിച്ച രാജാക്കന്മാരുടെ കാര്യം പറയുന്നത്. സഗര മഹാരാജാവിനും അതുപോലെ തന്നെ അംഗരാജാവിനും ദുഃഖമുണ്ടായത്. അല്ലയോ ബ്രാഹ്മണ, ആ കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ വിട്ടുകളയുക. ഈ സഗര രാജാവിനും അംഗരാജാവിനും ഒക്കെ ആ കുട്ടികളെ കൊണ്ട് ദുഃഖമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് ആ ഒരു സന്യാസ ആശ്രമത്തിൽ എത്തുക. സർവപ്രകാരത്തിലും സുഖമുള്ളത് ആ സന്യാസത്തിൽ തന്നെയാണ്. എല്ലാം ഉപേക്ഷിക്കുന്നതിലാണ് എല്ലാവിധ സുഖവും ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയുകയാണ്, ഇദ്ദേഹം ഈ ജ്ഞാനമൊക്കെ ഉപദേശിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ആത്മദേവന് അതൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയുകയാണ്, എനിക്ക് ഈ വിവേകം കൊണ്ട് എന്താണ് ഫലം? അപ്പം അതുകൊണ്ട് ഈശ്വരാജ്ഞയെ എനിക്ക് 7 ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണെങ്കിൽ ആ ഈശ്വരാജ്ഞയെ ഇല്ലാണ്ടാക്കിക്കൊണ്ടും അല്ലെങ്കിൽ അതിനെ അതിക്രമിച്ചുകൊണ്ടും യോഗബലത്താൽ അങ്ങ് എനിക്ക് പുത്രനുണ്ടാകാനായിട്ട് അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ് ഈ ബ്രാഹ്മണൻ. അല്ലെങ്കിൽ
ആ ദുഃഖാധിക്യത്താൽ കർത്തവ്യാകർത്തങ്ങളെ തിരിച്ചറിയാൻ ആകാൻ അശക്തനായിരിക്കുന്ന ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് തന്നെ എൻ്റെ ഈ പ്രാണങ്ങളെ ഞാൻ ഉപേക്ഷിക്കും, തീർച്ചയാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ പുത്രന്മാരിൽ നിന്ന് ലഭിക്കുന്ന ആ സുഖത്തോടു കൂടിയിരിക്കുന്ന ഈ സന്യാസം, അതാണ് ഏറ്റവും സുഖം, അല്ലാതെ ഈ സന്യാസമല്ല. ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും സുഖം എന്ന് ആ ആത്മദേവൻ സന്യാസിയോട് പറയുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറയുകയാണ്, ശരി, ഈശ്വരൻ്റെ കൽപ്പനയെ നിരാകരിച്ചും കൊണ്ടും യോഗബലത്താൽ അങ്ങയ്ക്ക് പുത്രനെ ഞാൻ നൽകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഇതൊരിക്കലും നന്നല്ല, ഇതൊരു നല്ലതിനല്ല. കാരണം ഈശ്വരൻ്റെ കൽപ്പനയെ നമുക്കാർക്കും തിരുത്താനായിട്ട് സാധിക്കുമല്ല. അങ്ങനെ തിരുത്താൻ ആവശ്യപ്പെട്ട ചിത്രകേതു എന്ന പേരായ രാജാവ് വളരെയധികം കഷ്ടത്തിലകപ്പെട്ടു. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇതൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇതൊന്നും കൊണ്ട് ചെവിക്കൊള്ളുന്നില്ല. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഇനി അങ്ങയ്ക്കൊരു പുത്രനുണ്ടായാൽ തന്നെ അവനിൽ നിന്നും അങ്ങയ്ക്ക് യാതൊരുവിധ സുഖവും ഉണ്ടാവുകയില്ല. മാത്രമല്ല അങ്ങയുടെ പരിശ്രമം സകലവും ആ പൂർവജന്മ സഞ്ചിത പാപത്താൽ നിഷ്ഫലമാക്കപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ ഈ ആഗ്രഹം ഒട്ടും ന്യായമല്ല എന്ന് പറയുന്നു. അങ്ങയോട് ഇതിന്മീതെ യാതൊന്നും പറയാൻ എനിക്ക് ശക്തിയില്ല എന്ന് പറയുകയാണ് ഈ യതി. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ നിർബന്ധ രൂപമായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തെ കണ്ടിട്ട് വീണ്ടും വീണ്ടും ആ ബ്രാഹ്മണൻ കരയുകയാണ്. അങ്ങയുടെ തപശക്തി കൊണ്ട്, അങ്ങയുടെ യോഗശക്തി കൊണ്ട് അങ്ങ് എനിക്കൊരു കുട്ടി ഉണ്ടാവാനായിട്ട് അനുഗ്രഹിക്കണം, അങ്ങ് എനിക്കൊരു മന്ത്രം പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് ഈ ആത്മദേവൻ നിലവിളി കൂട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ കണ്ടിട്ട് ആ സന്യാസി ഒരു മാമ്പഴം എടുത്ത് മന്ത്രം ജപിച്ച് കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ പത്നിയോട് ചേർന്ന് ആ പത്നിയുടെ കൈ കൊടുത്തിട്ട് ഈ ഫലത്തെ ഭക്ഷിക്കാൻ പറയുക, അതിനുശേഷം അങ്ങയ്ക്ക് പുത്രനുണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. എന്നിട്ട് കൂടാതെ ഈ ഫലം, അതായത് ഈ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങയ്ക്ക് സൽപുത്രൻ ഉണ്ടാവാനായിട്ട് അങ്ങ് ചെയ്യേണ്ടത്, അങ്ങും അങ്ങയുടെ ഭാര്യയും യഥാർത്ഥമായിട്ടുള്ള ഭാഷണം. എന്താണ് യഥാർത്ഥ ഭാഷണം? ആ ഭഗവാനെ കുറിച്ചുള്ള ഭാഷണം. അതായത് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും ശരീരശുദ്ധിയോടുകൂടി ജീവിക്കുക. അതുപോലെ തന്നെ മറ്റു പ്രാണികളിലൊക്കെ കാരുണ്യത്തോടുകൂടി കാണുക. അതുപോലെ തന്നെ വയ്യാത്ത ആൾക്കാർക്ക്, ദീനന്മാർക്കൊക്കെ ദാനങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അങ്ങയുടെ ഭാര്യ ഗർഭവതി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വ്രതങ്ങൾ എടുക്കണം. അങ്ങയുടെ ഭാര്യ 1 വർഷം വ്രതം അനുഷ്ഠിക്കണം. അങ്ങനെ ആണെങ്കിൽ അങ്ങയ്ക്ക് ഒരു സൽപുത്രനുണ്ടാവും. ഈ ലോകത്തിന് മുഴുവൻ മംഗളം നൽകുന്ന ഒരു പുത്രൻ അങ്ങയ്ക്കുണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ യോഗി പോയി. യോഗിയുടെ ഇതെന്താണ്? അവർ അധിക സമയം ഒരു സ്ഥലത്ത് ചെലവഴിക്കുകയില്ല അല്ലേ? അവർ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ആ യോഗി യാത്രയായി തിരിച്ച് ബ്രാഹ്മണന് സന്തോഷമായി അദ്ദേഹം സ്വന്തം ഗൃഹത്തിലേക്ക് വന്നു. ഭാര്യയുടെ കയ്യിൽ ഈ ഫലം നൽകി. എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് എവിടെയോ പോവുകയും ചെയ്തു. അങ്ങനെ ആത്മദേവൻ്റെ ഭാര്യ ഇനി ചെയ്തത് എന്താണെന്ന് പറയുന്നത്. ആത്മദേവൻ്റെ ഭാര്യ തൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയുടെ അരികത്തിരുന്നിട്ട് കരയാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ച സഖിയോട് പറയുകയാണ്, ഈ കൂട്ടുകാരിയോട് പറയാണ്, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാകുന്നു.
കാരണം ഒന്നും എനിക്കറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുത്രനുണ്ടാവാനായിട്ട് ഈ ഫലം, അതായത് ഈ ഒരു മാമ്പഴം ഭക്ഷിക്കണമെന്നാണ് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്കിത് കഴിക്കാനായിട്ട് താല്പര്യവും ഇല്ല എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഈ ഫലം ഭക്ഷിക്കുന്നത് കൊണ്ട് ഗർഭമുണ്ടാകും. അങ്ങനെ ഗർഭനിമിത്തം എൻ്റെ വയറൊക്കെ വലുതായിട്ട് വരും. അപ്പോൾ എനിക്ക് അല്പം മാത്രമേ ഭക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാലോ എനിക്ക് ശക്തിയൊക്കെ കുറയും. അപ്പം ശക്തി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ജോലികളൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ, അയൽവക്കക്കാരൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോയാലും എടുത്തുകൊണ്ട് പോയാലും ഞാൻ അറിയുകയില്ല. തന്നെയല്ല എന്തെങ്കിലും കാര്യത്തിന് ആരോടെങ്കിലും സഹായമൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോൾ എനിക്കതൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫലം കഴിക്കുകയില്ല എന്ന് ദുന്ദുളി പറയുകയാണ്. മാത്രമല്ല ഈ ഇത് നമ്മുടെ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ കാളവണ്ടിയോ കുതിരവണ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ വീർത്തിരിക്കുന്ന വയറ് വെച്ചുകൊണ്ട് എനിക്ക് ഓടി മാറാനൊന്നും സാധിക്കില്ല കൂട്ടുകാരി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും സാധിക്കുകയില്ല. മാത്രമല്ല പണ്ട് കേട്ടിട്ടുണ്ട്, വ്യാസപുത്രനായിട്ടുള്ള ശുഗൻ എന്ത് ചെയ്തു, 16 വർഷക്കാലമാണ് അമ്മയുടെ ആ ഗർഭത്തിൽ കിടന്നത്. അപ്പം അങ്ങനെ എങ്ങാനും എൻ്റെ വയറ്റിലെങ്ങാനും ഈ ഗർഭം എങ്ങാനും വർഷങ്ങളോളം കിടന്നാൽ ഞാൻ എന്തു ചെയ്യും? മാത്രമല്ല ഈ പ്രസവ സമയത്തിൽ ഈ ശിശുവെങ്ങാനും വിലങ്ങനെ എങ്ങാനുമാണ് കിടക്കുന്നതെങ്കിലോ എൻ്റെ മരണം വരെ സംഭവിക്കാം. അതായിരിക്കും ഫലം. അത് തന്നെയല്ല, ഇനിയിപ്പോൾ ഇതൊക്കെ സഹിച്ച് ഞാൻ പ്രസവിക്കണമെങ്കിലോ അസഹ്യമായിട്ടുള്ള പ്രസവ വേദന എനിക്കുണ്ടാകും. മാത്രമല്ല ഇനിയുണ്ട്, കോമളാംഗിയായിട്ടുള്ള ഞാൻ എൻ്റെ ഈ സൗന്ദര്യമൊക്കെ പോകും. മാത്രമല്ല ആ ഗർഭസമയത്ത് അല്ലെങ്കിൽ ആ പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു വേദനയും ദുഃഖവും ഒന്നും എനിക്ക് സഹിക്കാനൊന്നും പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുകയാണ്. മാത്രമല്ല ഞാൻ ഈ പ്രസവവേദനയൊക്കെ നിമിത്തം പ്രവൃത്തികളൊക്കെ നടത്താൻ അശക്തയായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി, എൻ്റെ നാത്തൂനുണ്ട്, അവളെ ഭയങ്കര കുശുംബിയാണ്. അവളിവിടെ സഹായിക്കാമെന്നുള്ള ഭാവത്തിൽ വേണേൽ ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, എൻ്റെ സ്വത്തുക്കളെല്ലാം, എൻ്റെ മുതലൊക്കെ, എൻ്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അവൾ ചിലപ്പോൾ വന്ന് മോഷ്ടിച്ചുകൊണ്ടൊക്കെ പോകും. മാത്രമല്ല സൽപുത്രനായിട്ട് വരണമെങ്കിൽ സത്യം ഞാൻ അനുഷ്ഠിക്കണം, ധർമ്മം അനുഷ്ഠിക്കണം, ശൗചം മുതലായ നിയമങ്ങളെ അനുഷ്ഠിക്കണമെന്നും അദ്ദേഹം എന്നോട് പറയുന്നു. ഈ സത്യവും ധർമ്മവും ശൗചവും ഒക്കെ വേണ്ടതുപോലെ അനുഷ്ഠിക്കാൻ അത്ര എളുപ്പത്തിലൊന്നും സാധിക്കുകയില്ല കുട്ടി എന്നൊക്കെ ഈ ദുന്ദുളി തൻ്റെ കൂട്ടുകാരിയോട് പറയുകയാണ്. എന്നിട്ട് അവർ നിർത്തുന്നില്ല, വീണ്ടും പറയുകയാണ്, ഇനി ഈ ദുഃഖമൊക്കെ സഹിച്ച് ഞാൻ പ്രസവിച്ചാൽ തന്നെ എങ്ങനെയാണ് സുഖമുണ്ടാകുന്നത്? ഈ കുട്ടിയെ ലാളിക്കുന്നതും പാലിക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ അത് കിടന്ന് കരയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ പാലിക്കണ്ടേ, ഇതിനൊക്കെ ലാളിക്കുന്ന നമുക്ക് ദുഃഖം തന്നെയാണ്. എപ്പോഴും നമ്മളിതിൻ്റെ പുറകെ നടക്കണ്ടേ, നമ്മുടെ എന്തെങ്കിലും കാര്യം നടക്കുമോ? അപ്പോൾ നിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് പ്രസവിക്കാതെയും ഭർത്താവില്ലാതെയും ഒക്കെ ഇരിക്കുന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിലുള്ള സുഖം അനുഭവിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഈ ദുന്ദുളി പറയുകയാണ്. അങ്ങനെ ആ സംഭാഷണമൊക്കെ ചെയ്ത ശേഷം അനുജത്തിയുമായി ഉണ്ടായിട്ടുള്ള വീണ്ടും തൻ്റെ അനുജത്തിയെ കണ്ടു. അപ്പോൾ അനുജത്തിയോട് ഉണ്ടായ സംഭാഷണത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു ദിവസം അവളുടെ അനുജത്തി അവളെ കാണാനായിട്ട് അങ്ങനെ അവളുടെ വീട്ടിൽ വന്നു. ആ ഗൃഹത്തിലൊക്കെ വന്നപ്പോഴത്തേക്കും വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഭർത്താവിനെ വഞ്ചിക്കാനായിട്ട് മാമ്പഴം കഴിച്ചു എന്ന് കള്ളം പറഞ്ഞു എന്നൊക്കെ ഇതവർ പറയുകയാണ്. തൻ്റെ അനിയത്തിയോട് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ കള്ളം പറഞ്ഞതുകൊണ്ട് എനിക്ക് ചെറിയൊരു മാനസികമായിട്ടൊരു ദുഃഖമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് നിമിത്തം എനിക്ക് യാതൊന്നും പ്രവർത്തിക്കാനൊന്നും ശക്തിയില്ല. അനുജത്തി, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അനുജത്തി പറയുകയാണ്, ജ്യേഷ്ഠത്തി അങ്ങ് വ്യസനിക്കേണ്ട, മാർഗം ഞാൻ പറഞ്ഞു തരാം. എനിക്കിപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഗർഭിണിയാണ്. അതുകൊണ്ട് ഞാൻ പ്രസവിച്ച ശേഷം ആ ശിശുവിനെ ഞാൻ നിനക്ക് തരാം. നീ അത്രയും കാലം നീ നിൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു ഗർഭിണിയുടെ വേഷമൊക്കെ കെട്ടി ഒരു നടിച്ച് കണ്ട ഗർഭിണിയാണെന്ന് തോന്നണം. ഭർത്താവ് കാണുമ്പോൾ ഗർഭിണിയാണെന്ന് തോന്നണം. അപ്പോൾ നീ ഇത്തിരി എന്തെങ്കിലും ഒക്കെ വെച്ച് കെട്ടി, വയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി ഗർഭിണിയാണെന്നുള്ള ഭാവത്തിൽ നടിക്കുക. ഞാനെന്തായാലും 6 മാസം കഴിയുമ്പോഴത്തേക്കും ഇനി പ്രസവിക്കുമല്ലോ. അപ്പോൾ ആ കുട്ടിയെ നിനക്ക് തന്നേക്കാം. അപ്പോൾ ഇനിയിപ്പം അതിനിപ്പോൾ എൻ്റെ ഭർത്താവ് അനുവദിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ അദ്ദേഹത്തിന് കുറച്ച് പണവും കൂടെ കൊടുത്തേക്കുക. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? എൻ്റെ കൊച്ചിനെ നിനക്ക് തരും എന്ന് അനുജത്തി ജ്യേഷ്ഠത്തിയോട് പറയുകയാണ്. അപ്പോൾ ദുന്ദുലിക്ക് പറ്റിയ ഒരു അനുജത്തിയാണിത്, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കുട്ടിയെക്കുറിച്ച് അനിയത്തി പറയുകയാണ്, ഇനിയിപ്പോൾ എൻ്റെ കുട്ടിയെക്കുറിച്ച് ജനങ്ങളാരെങ്കിലും അന്വേഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം അവരോട് 6 മാസം അത് ഉണ്ടായിരുന്നു, അതിനുശേഷം അത് മരിച്ചു എന്ന് ഞാൻ പറയാം. അപ്പോൾ അതിന് ജനങ്ങളത് കുറച്ച് നാളെ വിശ്വസിക്കുകയും ചെയ്യും. എന്നിട്ട് ആ ബാലകനെ എന്ത് ചെയ്യാം? നിൻ്റെ അരികത്ത് കൊണ്ട് വന്ന് തരികയും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഞാൻ നിത്യവും നിൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് കുട്ടിയെ രക്ഷിക്കാനായിട്ട് പാലും കൊടുക്കാം. അപ്പോൾ ജനങ്ങൾ ഇത് വിശ്വസിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കാര്യം. അപ്പോൾ കൊള്ളാം, ഇത് നല്ല ബുദ്ധിയാണെന്ന് പറയും. അപ്പോൾ എന്തായാലും ഈ ഒരു അദ്ദേഹം ഒരു മാങ്ങ കൊണ്ടുവന്നല്ലോ, ഒരു മാമ്പഴം കൊണ്ടുവന്നല്ലോ. ഇനി ഇത് കഴിച്ചാൽ ഗർഭം ഉണ്ടാകുമോ എന്നറിയാനായിട്ട് നമുക്ക് ചുമ്മാ പരീക്ഷിക്കാനായിട്ട് നമ്മുടെ മുറ്റത്ത് പശു നിൽപ്പില്ല, നമുക്ക് ചുമ്മാ ആ പശുവിനൊന്ന് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? അനുജത്തെയും ജ്യേഷ്ഠത്തെയും കൂടി ആ മുറ്റത്ത് നിന്നിരുന്ന ആ പശുവിന് ആ സന്യാസി ജപിച്ചു കൊടുത്ത ആ മാമ്പഴം കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു ദോഷബുദ്ധിയാണ് അനുജത്തി, അല്ലേ? ജ്യേഷ്ഠത്തി ഓൾറെഡി എന്താണ്? ദോഷബുദ്ധിയാണ്. അപ്പോൾ അനുജത്തി അതിന് ചേർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അനുജത്തി പറഞ്ഞ പോലെ ചേച്ചി അങ്ങോട്ട് ചെയ്തു. അങ്ങനെ അനുജത്തി എന്ത് ചെയ്തു? പ്രസവത്തിൻ്റെ ഒരു കാലമൊക്കെ ആയപ്പോഴത്തേക്കും അതിന് ഒരു ബാലകനെ പ്രസവിച്ചു. അങ്ങനെ 6 മാസം അതിനെ വളർത്തി. അങ്ങനെ ജ്യേഷ്ഠത്തിക്കാണെങ്കിൽ ഗർഭമില്ലാത്തതുകൊണ്ട് പ്രസവിക്കുന്നതുമില്ല. ഈ അവസരത്തിലാണ് അനുജത്തിയുടെ ഭർത്താവ് ബാലകനെ എന്ത് ചെയ്യുന്നു? ആരും അറിയാതെ കൊണ്ടുവന്ന് ജ്യേഷ്ഠത്തിക്ക് കൊടുത്തു. അവർ നേരത്തെ എല്ലാം പ്ലാനിങ് ആയിരുന്നു, അല്ലേ? ഉടനെ എന്ത് ചെയ്തു? ദുന്ദുളി ഭർത്താവിനോട് എന്ത് പറഞ്ഞു? ആത്മദേവനോട് പറയുകയാണ്, ഞാൻ സുഖമായിട്ട് പ്രസവിച്ചു കേട്ടോ, പ്രസവവേദനയോ അല്ല മറ്റു ദുഃഖങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മദേവന് വളരെയധികം സന്തോഷമായി. അങ്ങനെ ജനങ്ങളെല്ലാം അങ്ങനെ സന്തോഷിച്ചു. കാരണം എന്താണ്? ഇത്രയും വർഷം ആത്മദേവന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആത്മദേവന് കുട്ടിയുണ്ടായി. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അപ്പോൾ അതിനുശേഷം പുത്രൻ്റെ ജാതകർമ്മങ്ങളൊക്കെ ചെയ്തു. ബ്രാഹ്മണർക്ക് വേണ്ടുന്ന വിധം ദാനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. ആത്മദേവൻ്റെ ഗൃഹത്തിൽ പാട്ട്, നൃത്തം, വാദ്യം മുതലായ മംഗളഘോഷങ്ങളൊക്കെ പലതും ഉണ്ടായി. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ദുന്ദുളി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭർത്താവിനോട് പറയണേ, എനിക്ക് എൻ്റെ മുലയിൽ പാലൊന്നും വരുന്നില്ല, അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരൊന്നും കേട്ട് നമുക്ക് അങ്ങനെ മുലപ്പാലൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ അനുജത്തിയുടെ കുട്ടി കുറച്ച് നാൾ മുമ്പ് മരിച്ചു പോയിരുന്നു. അപ്പോൾ അവൾക്ക് പാല് കൊടുക്കാൻ പറ്റും നമ്മുടെ പുത്രന്. അതുകൊണ്ട് നമ്മുടെ പുത്രന് ഇവിടെ വന്ന് പാല് കൊടുത്ത് അവൾ രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടതും അപ്പോൾ ആത്മദേവന് സന്തോഷമായി. അപ്പോൾ ശരി, അങ്ങനെ ചെയ്തോളാൻ അദ്ദേഹം അനുവാദവും കൊടുത്തു. അങ്ങനെ ആ പുത്രൻ വളർന്നു. അങ്ങനെ ആ കുട്ടിക്കൊരു പേരും ഇട്ടു. ആ കുട്ടിയുടെ പേരാണ്
ദുന്ധുകാരി എന്ന ഒരു നാമധേയം മാതാവ് തന്നെയാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്. പേര് ദുന്ധുകാരി. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പശുവിന് ഇത് കൊടുത്തായിരുന്നല്ലോ, മാമ്പഴം കൊടുത്തല്ലോ. നല്ല സുന്ദരനായിട്ടുള്ള സ്വർണ്ണകാന്തിയുള്ള സൂര്യപ്രഭയുള്ള നിർമ്മലനും ദിവ്യനുമായിട്ടുള്ള ഒരു കുട്ടിയെ ആ പശു പ്രസവിച്ചു. പശുവിൽ നിന്ന് ഉത്ഭവിച്ച ബാലകനെ കണ്ടിട്ട് എല്ലാവർക്കും വളരെ അത്ഭുതമായിട്ട് തോന്നുകയാണ്. കാരണം എന്താണ്? ആ കുട്ടിയുടെ ചെവി എന്ത് ചെയ്യുന്നു? ഒരു പശുവിൻ്റെ മോലത്തെ ചെവിയും ബാക്കി ശരീരവും എല്ലാം മുഖമെല്ലാം മനുഷ്യരെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ബാലകന് വേണ്ടുന്ന ജാതകർമാദി കാര്യങ്ങളെല്ലാം, സംസ്കാരാദി കർമ്മങ്ങളെല്ലാം ആര് നിർവഹിച്ചു? ആ കുട്ടിയുടെ പശുവിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുട്ടിയെ പോലെ തന്നെ അദ്ദേഹം സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ആത്മദേവൻ തന്നെ ജാതകർമ്മങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആത്മദേവന് ഇപ്പോൾ ഭാഗ്യമാണ് എന്ന് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് പറയുകയാണ്. കാരണം എന്താണ്? ആ പശുവിനുണ്ടായ ബാലൻ പോലും ദിവ്യസ്വരൂപമായിരിക്കുന്ന ആ ഒരു മനുഷ്യ ശിശുവായിരിക്കുന്നു. അങ്ങനെ അത്ര കൗതുകമാണ്, അത്ര ആശ്ചര്യമാണ്, നിങ്ങൾ നോക്കുവിൻ എന്നിങ്ങനെ ആ ജനങ്ങൾ തന്നെ അന്യോന്യം പറയാൻ തുടങ്ങി. അങ്ങനെ ആ സന്യാസി നൽകിയ ആ ഒരു മാമ്പഴം, ആ ഫലം നിമിത്തമാണ് ഈ കുട്ടി ഈ പശുവിൽ നിന്നും ദിവ്യനായിട്ടുള്ള പുത്രൻ ജനിച്ചതെന്നുള്ള കാരണം ദൈവ യോഗത്താൽ ആർക്കും അറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ പശുവിൽ നിന്ന് ഉത്ഭവിച്ച ദിവ്യ ബാലകന് കർണങ്ങൾ മാത്രം എങ്ങനെയാണ്? ആ പശു കർണങ്ങളെ പോലെയാണ് ഇരിക്കുന്നത്. പശുവിൻ്റെ ചെവി എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയായിരുന്നു ഈ കുട്ടിയുടെ ചെവിയും ഇരുന്നിരുന്നത്. കുറച്ച് നീളമുള്ള ചെവിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആത്മദേവൻ ആ ബാലകന് ഗോകർണൻ എന്ന് പേരിട്ടു എന്നാണ് പറയുന്നത്. കുട്ടിയുടെ പേര് ഗോകർണൻ എന്നാണ്. അങ്ങനെ കുറേ കാലം കൊണ്ട് ഈ 2 പുത്രന്മാരും യൗവനയുക്തന്മാരായി. അങ്ങനെ ഗോകർണന് താല്പര്യം എന്താ പറയുക, സാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളായിരുന്നു. ഈശ്വരനെ അറിയുക, ഈശ്വരനെ കുറിച്ച് പഠിക്കുക, ഈശ്വരൻ്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ കുറിച്ച് അറിയുക. അപ്പോൾ ഇതുപോലുള്ള ഈശ്വരീയമായ കാര്യങ്ങൾക്കായിരുന്നു താല്പര്യം. ആർക്ക്? ഈ ഗോകർണന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ജ്യേഷ്ഠനായിട്ടുള്ള ദുന്ധുകാരി മഹാദുഷ്ടനായിട്ടും മാറി. അതുപോലെ തന്നെ ഈ ദുന്ധുകാരിയുടെ പ്രത്യേകത പറയുകയാണ്. ഈ ദുന്ധുകാരി സ്നാനം, കുളിക്കുകയില്ല, ശൗചം, അതുപോലെ തന്നെ ബ്രാഹ്മണൻ്റെ നിത്യകർമ്മങ്ങൾ ഇതൊന്നും അനുഷ്ഠിക്കുകയില്ല. ദുഷിച്ച പദാർത്ഥങ്ങളെ ഭക്ഷിക്കുന്നവൻ, പഴക്കമുള്ള ഭക്ഷണങ്ങൾ, ചീത്തയായിട്ടുള്ള ഭക്ഷണം ഭക്ഷിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ ദുന്ധുകാരിക്ക് അതിഷ്ടപ്പെടുകയുമില്ല. അവരോടൊക്കെ ക്രോധം, ദേഷ്യപ്പെടും. അതുപോലെ തന്നെ മോശമായിട്ടുള്ള വസ്തുക്കളെയൊക്കെ ഇദ്ദേഹം സ്വീകരിക്കും മറ്റുള്ളവരിൽ നിന്നും. ആർക്കെങ്കിലും വേണ്ടാത്ത ദുഷിച്ച സാധനങ്ങളൊക്കെ ഈ ദുന്ധുകാരി സ്വീകരിക്കും. ദുന്ധുകാരിയുടെ മറ്റൊരു പ്രത്യേകത ഇടത്ത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. അതായത് ഈ ഇടത്ത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വാമഹസ്തേന യത് ഭുക്തം മാംസതുല്യം സ്മൃതം ബുധൈഹി എന്നാണ്. ഇടത് കൈകൊണ്ട് യാതൊന്നിനെ എടുത്ത് ഭക്ഷിക്കുന്നുവോ ആ വസ്തു മാംസത്തിന് തുല്യമാണെന്നാണ് സ്മൃതി പറഞ്ഞിട്ടുള്ളത്. ശവഹസ്തം എന്നാണ് പറയുന്നത്. അതായത് എന്ത് കാര്യങ്ങളാണോ ഇടത്ത് കൈകൊണ്ട് കഴിക്കുന്നത് അത് മാംസത്തിന് തുല്യമായി മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ അനുനിമിഷം, ഓരോ നിമിഷം കഴിയുന്തോറും ഇയാൾ വലിയൊരു ദുഷ്ടനായിട്ട് മാറുകയാണ്. അന്യരുടെയൊക്കെ മുതലൊക്കെ കക്കുക, സർവ്വജനങ്ങളെയൊക്കെ ദ്വേഷിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ ഗൃഹങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അത് തീ വെച്ച് നശിപ്പിക്കുക, ഇതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ആളായിരുന്നു.
അതുപോലെ കുട്ടികളെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഓടി ചെന്ന് എടുക്കും. ഇപ്പോൾ അമ്മയൊക്കെ വിചാരിക്കും അതിനെ ലാളിക്കാനാണെന്ന് വിചാരിക്കും. ഉടനെ എടുത്തിട്ട് കൊണ്ടുപോയി കിണറ്റിലേക്ക് കൊണ്ട് എറിയുന്നു. അപ്പോൾ അതുപോലെയുള്ള മഹാദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ദുന്ദുകാരി. അതുപോലെ തന്നെ പ്രാണി സർവ്വജീവജാലങ്ങളെയൊക്കെ കാണുന്നതിനെയൊക്കെ വധിക്കുക, എപ്പോഴും ആയുധങ്ങൾ കയ്യിലുണ്ടാവും. അതുപോലെ ദരിദ്രന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഉപദ്രവിക്കുക, ഈ കണ്ണ് കാണാൻ വയ്യാത്തവരെയൊക്കെ ഉപദ്രവിക്കുക, അതിലൊക്കെ വലിയ സന്തോഷമായിരുന്നു. അതുപോലെ ചണ്ടാളന്മാരോട് കൂടി ചേർന്നിട്ടുള്ള ഒരു ജീവിത രീതികളൊക്കെ ആയിരുന്നു. ക്രൂരമാർഗങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ ഈ ദുന്ദുകാരിക്ക് ധാരാളം ഈ വേശ്യാസ്ത്രീകളുമൊക്കെ ആയിട്ട് ബന്ധമായി. അങ്ങനെയുള്ള ഈ വേശ്യ സംസർഗമൊക്കെ നിമിത്തം തൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം മുഴുവനും ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ ദുന്ദുകാരി ഈ വേശ്യാസ്ത്രീകൾക്കൊക്കെ കൊടുത്ത് അച്ഛൻ്റെ മുതൽ മുഴുവൻ നശിപ്പിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ ആ മാതാപിതാക്കന്മാരെയൊക്കെ ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങി. കൊടുത്തു ഒരടി ആത്മദേവന്. അതുപോലെ തന്നെ അമ്മ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദുന്ദുളി ചോദിച്ചപ്പോൾ അമ്മയ്ക്കിട്ടും കൊടുത്തു ഒരെണ്ണം. അതുപോലെ വീട്ടിലുള്ള പാത്രങ്ങൾ വരെ വീട്ടിലുള്ള ഈ സ്വർണ്ണാഭരണങ്ങളും ബാക്കി വസ്തുക്കളൊക്കെ തീർന്നപ്പോൾ എന്ത് ചെയ്തു, വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പാത്രങ്ങൾ വരെ ആ വേശ്യകളുടെയൊക്കെ ഗൃഹത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ആ ബ്രാഹ്മണനായിട്ടുള്ള ആത്മദേവൻ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ, ഒരു പുത്രനുള്ളത് ഇങ്ങനെയായി മാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ കരയുകയാണ്. അദ്ദേഹത്തിനോട് പണ്ട് ആ യതി പറഞ്ഞതായിരുന്നു അല്ലേ, അങ്ങ് ഇതുപോലുള്ള ഒരു കാര്യത്തിന് മുതിരണ്ട, ഈ പുത്രനും വീടും ഭാര്യയും ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊക്കെ മായയാണ്, ഇതൊന്നുമല്ല ജീവിതം, ആത്മസാക്ഷാത്കാരമാണ്, ഈശ്വരനെ അറിയുന്നതാണ് ജീവിതം, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഇപ്പോൾ ഈ ഉപദേശമൊന്നും കേൾക്കാനായിട്ട് താല്പര്യമൊന്നുമില്ല, എനിക്ക് അങ്ങ് ഒരു പുത്രനെ നൽകിയാലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് ഈ പുത്രനെ കൊണ്ട് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊന്നും ഈ ആത്മദേവൻ അതിന് വഴങ്ങിയില്ല. അവസാനം എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു, ഒരു വർഷത്തെ വ്രതം ആചരിക്കണം, നല്ലത് മാത്രം ഭക്ഷിക്കണം, എല്ലാവർക്കും ദാനങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങേക്കൊരു സൽപുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ദുന്ദുകാരി എന്ത് ചെയ്തു, ദുന്ദുളി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ഫലം ഭക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വ്രതങ്ങളൊന്നും അനുഷ്ഠിച്ചില്ല. മാത്രമോ അനിയത്തിയുടെ കുട്ടിയെ തൻ്റെ കുട്ടിയാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച്, ആത്മദേവനെ വിശ്വസിപ്പിച്ച് പറ്റിക്കുകയാണ് ഉണ്ടായത് അല്ലേ. പക്ഷേ ആ സന്യാസി ജപിച്ചു കൊടുത്ത ഫലം അത് കുട്ടി ഉണ്ടാകുമെന്നറിയാനായിട്ടൊരു പശുവിന് കൊടുത്തു. ആ പശുവിൽ നിന്ന് ഉത്തമനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗോകർണൻ. അപ്പോൾ അദ്ദേഹം ഈശ്വരീയമായിട്ടുള്ള തപസ്സിനുമായിട്ട് നാട്ടിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ കരയുകയാണ് ഈ ആത്മദേവൻ. ഇതിലും നല്ലത് എനിക്ക് പുത്രൻ ഇല്ലാത്തത് തന്നെ ആയിരുന്നു, ഇങ്ങനെയുള്ള പുത്രന്മാർ ജനിക്കുന്നതിലും നല്ലത് എനിക്ക് പുത്രൻ ഇല്ലാത്തത് തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാനിനി എവിടെയാണ് ഇരിക്കേണ്ടത്, ഞാനിനി എങ്ങോട്ടാണ് പോകേണ്ടത്, എൻ്റെ ഈ ദുഃഖത്തെ ആരാണ് എനിക്ക് തീർത്തു തരുന്നത്, ഞാൻ ഈ ദുഃഖം സഹിക്കവയ്യാതെ എൻ്റെ പ്രാണങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയാണ്, എനിക്ക് ഇത്രയും വലിയൊരു കഷ്ടം ദുരിതം ഒന്ന് ചേർന്നല്ലോ അല്ലേ. അന്ന് യതി പറഞ്ഞതൊക്കെ അദ്ദേഹം ഓർക്കുകയാണ് ആ സന്യാസി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏതോ കാലത്ത് അദ്ദേഹം ആ ഈശ്വരനെ ഭജിച്ചതിൻ്റെ ഗുണം അദ്ദേഹത്തിന് വന്നു ചേർന്ന് തൻ്റെ ആ സമയത്ത് തന്നെ തൻ്റെ ജ്ഞാനിയായിട്ടുള്ള പുത്രനായിട്ടുള്ള ആ ഗോകർണൻ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന തൻ്റെ പിതാവിനോട്
ഗോകർണൻ പറയുകയാണ്, അങ്ങ് ആരുടെ പുത്രനെ കുറിച്ചോർത്ത് അങ്ങ് വിഷമിക്കുന്നു? ആര് പുത്രൻ? ആരുടെ ധനം? ആര് പുത്രധനാദികളെ തൻ്റേതെന്ന് കരുതി സ്നേഹിക്കുന്നുവോ ആ പുരുഷൻ എപ്പോഴും പരിതപിക്കുന്നു, എപ്പോഴും വിഷമിക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഭഗവാന്റേതാണ്, ഇതെല്ലാം ഈശ്വരൻ്റേതാണ്. ഒരേ ആത്മസ്വരൂപത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത്. അതാ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അവരവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പുത്രൻ എന്നുള്ള മമത അങ്ങ്, ആ അജ്ഞാനത്തെ അങ്ങ് ഉപേക്ഷിച്ചാലും, അങ്ങയുടെ പുത്ര എന്നുള്ള ആ ഒരു അഭിമാനം അങ്ങയുടെ ആ ഒരു അറിവില്ലായ്മ നിമിത്തമാകുന്നു. ആ ഒരു അറിവില്ലായ്മ അങ്ങയെ നരകത്തിൽ വരെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ആ പ്രാരബ്ധ അവസാനത്തിൽ അതില്ലാണ്ടാവും ഇപ്പോൾ തന്നെ. അതുകൊണ്ട് അങ്ങ് എല്ലാം ഉപേക്ഷിച്ച് അങ്ങ് കാട്ടിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറയുകയാണ്. അപ്പോൾ ഗോകർണൻ പറഞ്ഞത് തനിക്ക് ഹിതമാണെന്ന് കരുതി തൻ്റെ പിതാവ് ആത്മദേവൻ വനത്തിലേക്ക് പോകാനായിട്ട്, തപസ്സിനായിട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ പുത്രനോട് പറയുകയാണ്, അല്ലയോ പുത്ര, വനത്തിൽ പോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഈശ്വരനെ ഞാൻ എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്ന് നീ എനിക്ക് നന്നായിട്ട് പറഞ്ഞു തരിക എന്ന് പറഞ്ഞ് തൻ്റെ പുത്രനെ ഗുരുവിൻ്റെ സ്ഥാനത്ത് കണ്ട് തൊഴുത്ത് ആ പുത്രനോട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ നിസ്സാരമായിട്ടുള്ള ഈ സംസാരമാകുന്ന അന്ധകൂപത്തിൽ വീണ് കിടക്കുന്ന ഞാൻ സ്നേഹപാശങ്ങളാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മുടന്തനും ഷഠനുമാകുന്നു. ഇങ്ങനെയൊക്കെ പതിക്കാനായിട്ട് എൻ്റെ കർമ്മങ്ങൾ തന്നെയാണ് കാരണം. ഹേ ദയാനിധേ, അതുകൊണ്ട് എന്നെ അങ്ങ് സമുദ്ധരിച്ചാലും, എന്നെ ഉദ്ധരിച്ചാലും എന്ന് പറയുകയാണ്. അപ്പോൾ ഗോകർണൻ മറുപടി പറയുകയാണ്, അല്ലയോ അച്ഛാ, അസ്ഥി, മാംസം, രക്തം എന്നിവ ചേർന്നുണ്ടാകുന്ന ഈ ശരീരത്തിൽ ഞാനെന്നുള്ള ബുദ്ധിയെ അങ്ങ് ഉപേക്ഷിച്ചാലും ഇത് വെറും അസ്ഥിയും മാംസവും രക്തവും ഒക്കെ ചേർന്നതാണ്. അപ്പം അതിൽ ആ ശരീരമല്ല ഞാൻ. ഭാര്യാപുത്രാദികളിൽ എൻ്റേതെന്നുള്ള ആ വിചാരത്തെയും അങ്ങ് ഉപേക്ഷിക്കുക. ഏതൊക്കെയോ ജന്മത്തിൽ ആരൊക്കെയോ ആയിട്ട് പരസ്പരം നിന്ന ആൾക്കാർ വീണ്ടും 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 ആ ജനന മരണ സംസാര ചക്രത്തിൽ വീണ്ടും വീണ്ടും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. അവരവരുടെ പ്രാരബ്ധങ്ങൾ കഴിയുമ്പോൾ അവരവർ ഈ സംസാരത്തിൽ നിന്നും തിരികെ പോകുന്നു. അപ്പോൾ ഈ ലോകം ക്ഷണം തോറും നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണെന്ന് അങ്ങ് അറിയുക. എല്ലാറ്റിലും വിരക്തിയെ സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവനായിരിക്കുക. അതായത് വിരക്തി എന്ന് പറഞ്ഞാൽ വിഷയവൈരാഗ്യം. പുത്രം, ധനം, ഭാര്യ, ഇതിൽ നിന്നൊക്കെ മനസ്സ് വയ്ക്കാതെ ഇതൊക്കെ വെറും അസ്ഥിയും മാംസവും രക്തവും ചേർന്ന വെറും ശരീരങ്ങൾ മാത്രമാണ്. അപ്പോൾ അതൊന്നുമല്ല താൻ ആരാണ്? ഈശ്വരനാണ്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം അതാണ് ഈശ്വര സ്വരൂപമാണ്. അപ്പം അങ്ങനെ കണ്ട് ആരാധിക്കുക, അങ്ങനെ മാത്രം വിചാരിക്കുക. അതുകൊണ്ട് അങ്ങയുടെ ഉള്ളിലുള്ള ആ ഒരു ഇളക്കം, മനസ്സിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, വേദന ഒക്കെ അങ്ങ് ഉപേക്ഷിച്ചാലും എപ്പോഴും അങ്ങ് സ്വധർമ്മത്തെ വിടാതെ സ്വീകരിക്കുക. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വര സേവയാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്. അതിനുവേണ്ടിയാണ്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ മനുഷ്യജന്മം ഈശ്വരൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് പരധർമ്മങ്ങളെ, മറ്റു ധർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് സജ്ജനങ്ങളെ ആശ്രയിക്കുക, സജ്ജന സംസർഗങ്ങളുണ്ടാകുക, സത്സംഗങ്ങളിൽ ചെന്ന് കൂടുക, വിഷയാഭിലാഷത്തേക്ക് അങ്ങ് വെടിയുക.
അതുപോലെ തന്നെ അന്യന്മാരുടെ ഗുണദോഷങ്ങളെയൊക്കെ അങ്ങ് വിചാരം ചെയ്യാതിരിക്കുക. എപ്പോഴും ആ ശ്രീകൃഷ്ണ കഥയെ, ഈശ്വര കഥാമൃതത്തെ എപ്പോഴും പാനം ചെയ്യുക, സത്സംഗങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ ഉപദേശിച്ചു ആത്മദേവൻ. അങ്ങനെ തൻ്റെ പുത്രൻ്റെ വാക്യം അനുസരിച്ച് ആത്മദേവൻ മുക്തിയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ നിന്നും കാട്ടിലേക്ക് പോയി മനസ്സിനെ ഈശ്വര സ്വരൂപത്തിൽ ഉറപ്പിച്ചു. അദ്ദേഹത്തിന് അന്നേരം വയസ്സ് 60 കഴിഞ്ഞു. ആ ഭഗവാനെ പ്രതി ദിവസം പൂജിക്കുന്നതിൽ തന്നെ മനസ്സിരുത്തി. അതുപോലെ തന്നെ ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ സേവിച്ചു. ഭഗവാന്റെ കഥകളാണ് ദശമസ്കന്ധം മുഴുവൻ. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ ശ്രീകൃഷ്ണ ഭഗവാനോട് അദ്ദേഹം ചേർന്ന് വിലയം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ആ പിതാവ് വീട്ടിൽ നിന്ന് പോയി. അപ്പം എന്തായി? പിന്നെ മാതാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ മാതാവിനെ, തൻ്റെ മാതാവിനെ നിരന്തരം അടിക്കാനും ഇടിക്കാനും മർദ്ദിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പറയുകയാണ്, എനിക്ക് ഇനി മുതലൊക്കെ നിങ്ങൾ എവിടെയാണ് കൊണ്ട്, പൊന്നും പണ്ടമൊക്കെ എവിടെയാണ് കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും അടിക്കുമെന്ന് വീണ്ടും വീണ്ടും അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ അടികൊണ്ട് മാതാവ് വളരെയധികം വിഷമിച്ചു. അങ്ങനെ ക്ലേശം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മാതാവായ ദുന്ദുളി എന്ത് ചെയ്തു? ഒരു ദിവസം രാത്രിയിൽ ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അല്ലേ? എത്രയോ നല്ലൊരു പഴം കൊണ്ടുപോയി കൊടുത്ത് അത് കഴിച്ചിരുന്നെങ്കിൽ ആ ഗോകർണനെ പോലെ ഉത്തമനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകുമായിരുന്നു. അത് പശുവിന് കൊടുത്തു, അല്ലേ? സ്വന്തമായിട്ട് കഴിച്ചില്ല. അവസാനം വല്ലവരുടെയും പുത്രനെ എടുത്ത് വളർത്തി അവൻ ലോക കണ്ടകനായി മാറി. അങ്ങനെ ആ ആത്മഹത്യ ചെയ്തത് കൊണ്ട് തന്നെ ദുന്ദുളി നരകത്തിൽ ചെന്ന് വീണുവെന്ന് ഭാഗവതം പറയുന്നു. അങ്ങനെ ആ ദുർജന സഹവാസം ആ സജ്ജനത്തിന് സമാധാനത്തിൽ ഉപകരിക്കുന്നതല്ലെന്നുള്ള ആ ഒരു ആപ്തവാക്യം അനുസരിച്ച് ഗോകർണൻ ആ സ്ഥലം വിട്ട് പോയി. ഗോകർണൻ സ്ഥലത്ത് നിന്നില്ല. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ ആ ഗോകർണൻ തീർത്ഥയാത്രയ്ക്കായിക്കൊണ്ട് വീണ്ടും പുറപ്പെട്ടു. യോഗനിഷ്ഠയെ അദ്ദേഹം ആശ്രയിച്ചു. അദ്ദേഹത്തിന് ഈ പ്രാകൃതന്മാരെ പോലെയുള്ള സുഖമോ ദുഃഖമോ ബന്ധുവോ ശത്രുവോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ദുന്ദുകാരിയുടെ ആ മാതാവിൻ്റെ മരണാനന്തരം അദ്ദേഹം എന്ത് ചെയ്തു? അനവധി വേശ്യാസ്ത്രീകൾ, പ്രധാനമായിട്ടും 5 വേശ്യാസ്ത്രീകളുടെ കൂടെ വസിച്ചു. കഠോരങ്ങളായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ ചെയ്തു. ആ വേശ്യകളെയൊക്കെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഉറയ്ക്കത്തക്ക വിധം ഒരു മടിയുമില്ലാതെ ഒരു മൂഢബുദ്ധിയായിട്ട് മാറി. അപ്പോൾ ഓരോ ദിവസവും ഇവർ പറയും ഞങ്ങൾക്കിന്ന് പൊന്ന് വേണം, അടുത്ത സ്ത്രീ പറയും ഞങ്ങൾക്കിന്ന് പണം വേണം. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ആഭരണാദികളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്ന് പല ദിക്കിൽ നിന്നും ധനം കവർന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കൊടുക്കും ഈ വേശ്യാസ്ത്രീകൾക്ക്. അങ്ങനെ ഒരു ദിവസം ഈ ധാരാളം ധനം ഇദ്ദേഹം പോയി അപഹരിച്ചു കൊണ്ടുവന്നു. ഈ ധനമൊക്കെ കണ്ടപ്പോൾ ഈ സ്ത്രീകൾ എന്ത് ചെയ്തു? ഈ വേശ്യാസ്ത്രീകൾ അവർക്ക് ആരോടും പ്രത്യേകിച്ച് മമതാബന്ധമൊന്നോ അങ്ങനെയൊന്നുമില്ല. അവർ ഒരു ദിവസം രാത്രി പ്ലാനിങ് ആയിരുന്നു. അവർ കൂടി ആലോചിച്ചു, ഇയാള് നമ്മൾ പറഞ്ഞതനുസരിച്ച് ദിവസം പ്രതി കൊള്ളയൊക്കെ ചെയ്തുകൊണ്ട്
വരികയാണ്. അപ്പോൾ അതുകൊണ്ട് രാജാവ് എന്തായാലും ഒരു ദിവസം ഇയാളെ പിടിക്കും. നമ്മുടെ ഇവിടുന്ന് ഇദ്ദേഹം കൊണ്ടുവന്ന ആ പൊന്നും പണ്ടവും മുതലും എല്ലാം രാജാവ് തിരിച്ചെടുത്ത് ഇയാളെ സംഹരിക്കുകയും ചെയ്യും, ഇയാളെ കൊല്ലുകയും ചെയ്യും. അപ്പോൾ ഈ ധനമൊക്കെ നമുക്ക് സംരക്ഷിക്കണം, ഇതൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ആരും അറിയാതെ ഇയാളെ കൊന്നു കളയണം. കാരണം ഇയാളാണ് എടുത്തതെന്ന് വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള കള്ളൻ എന്ന് പറഞ്ഞാൽ ഇയാളാണ്. അപ്പോൾ അന്വേഷണം നമ്മളിലേക്കും കൂടെ എത്തും. അപ്പം അതുകൊണ്ട് ഇയാളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ യാതൊരുവിധ അന്വേഷണവും വരികയില്ല എന്ന് ഇവർ തീരുമാനിച്ചു. എന്നിട്ട് നമുക്ക് ഇയാളെ വധിച്ച ശേഷം മുഴുവനും പൊന്നും പണവും എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം. അങ്ങനെ അവർ കൂടി ആലോചിച്ച് അങ്ങനെ അവരെ ഉറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ദുന്ദുകാരി ഉറങ്ങാനായിട്ട് വന്ന് കിടന്നപ്പോൾ ആ കഴുത്തിൽ ആ കയറ് ആ കട്ടിലിനോട് ചേർത്ത് തന്നെ കഴുത്തിൽ കയറ് കെട്ടി വധിപ്പാനായിട്ട് ഒരുങ്ങി. അങ്ങനെ ഇവർ 5 പേരും കൂടെ ഉള്ള കാരണം ഉറക്കത്തിലും കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ദുന്ദുകാരിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ കഴുത്തിൽ കയറ് കെട്ടി നന്നായിട്ട് ഇവർ 5 പേരും കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ വലിച്ചു മുറുക്കിയിട്ടും അയാൾ മരിച്ചില്ല. അപ്പോൾ മനസ്സിലായി, ഇനി ഇയാൾ ജീവിച്ചിരുന്നാൽ തങ്ങൾക്കും കൂടെ ആപത്താണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, അയാൾ മരിക്കാതിരുന്നപ്പോൾ അയാളുടെ കൈയും കാലുമൊക്കെ കൂട്ടിക്കെട്ടി ആ കഴുത്തും കെട്ടിയിട്ട് എന്ത് ചെയ്തു, ആ കത്തുന്ന തീക്കനൽ കൊണ്ടുവന്നിട്ട് അയാളുടെ ആ മുഖ അന്തർഭാഗത്തിലേക്ക് നിറച്ചു. അതായത് ആ വാ തുറന്നിട്ട് വായിലേക്ക് എന്ത് ചെയ്തു, ആ കത്തുന്ന കനലെല്ലാം കൂടി എടുത്ത് വായിലിട്ട് നിറച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അയാളുടെ അഗ്നിജ്വാലയായിട്ടുണ്ടായ ആ ഒരു അഗ്നിജ്വാലയിൽ ഇയാളുടെ ശരീരം മുഴുവൻ വെന്ത് വെണ്ണീറായി തീർന്ന് ഇയാൾ ഒരു ദാരുണമായിട്ട് ഈ ദുന്ദുകാരി മരിക്കുകയും ചെയ്തു. അല്ലേ, എന്തെല്ലാം ദുഷ്ടത്തരങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ്. എല്ലാവരെയും പിടിച്ചു പറിക്കുന്നു, കുട്ടികളെയൊക്കെ ലാളിക്കാനായിട്ട് എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, നേരെ കിണറ്റിലേക്ക് ഇടും. അതുപോലെ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നു. അതുപോലെ തന്നെ വീടുകളൊക്കെ കൊള്ളയടിക്കുന്നു, വീടുകളൊക്കെ അഗ്നിക്കിരയാക്കുന്നു. അങ്ങനെയൊക്കെ ദുഷ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ദുന്ദുകാരിയെ അതുപോലെ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണോ തൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഉപദ്രവിച്ച് ഈ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് എവിടെ നിന്നൊക്കെ കവർന്നും കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ഇവർക്ക് കൊടുത്തു, അവർ തന്നെ എന്ത് ചെയ്തു, കയ്യും കാലും കെട്ടി ഉറക്കത്തിൽ കഴുത്തിൽ കയറിട്ട് വലിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും ഇയാൾ മരിക്കാതിരുന്നപ്പോൾ എന്ത് ചെയ്തു, കയ്യും കാലൊക്കെ ബന്ധിച്ച് കട്ടിലിനോട് ചേർത്ത് കെട്ടിയിട്ട് എന്ത് ചെയ്തു, ആ അഗ്നിജ്വാലകൾ, ആ കനൽകട്ടകൾ അടുപ്പിൽ നിന്ന് കൊണ്ടുവന്ന് വായിലിട്ട് നിറച്ച് അങ്ങനെ അയാളെ കത്തിച്ചു കളഞ്ഞു, വധിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്ന ആ ദുന്ദുകാരിക്ക് അപമൃത്യു നേരിട്ടു. അപ്പം അതിനുശേഷം ആ ദുന്ദുകാരിയുടെ ശവശരീരത്തെ അവർ ആരും അറിയാതെ കുഴിച്ചിട്ടു. അപ്പം നമുക്ക് തോന്നും ഈ വിധമൊക്കെ സ്ത്രീകൾ പെരുമാറുമോ എന്ന്, സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ കഴിയുമോ എന്ന്. അപ്പോൾ ദുഷ്ട സ്ത്രീകൾക്ക് എന്ത് സാഹസകർമ്മം ചെയ്യാനും മടിയില്ലാത്തവരാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ രഹസ്യമായിട്ടാണ് ചെയ്തത്. നമ്മുടെ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിലും വലിയ 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 എത്രയോ ദുഷ്ടത്തരങ്ങളാണ് ഓരോ സ്ത്രീകളും നമുക്ക് അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നത് അനുനിമിഷം ഓരോ സ്ത്രീകളും. പുരുഷന്മാരും ഒട്ടും മോശമല്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞു, നാട്ടിലുള്ള ആളുകൾ ചോദിച്ചു തുടങ്ങി, എന്തേ ദുന്ദുകാരിയെ കുറച്ച് നാളായിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ തിരക്കിയപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ പ്രിയതമൻ, ഞങ്ങളുടെ ഭർത്താവ് ദൂരെ ദിക്കിലേക്കൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരും, തീർച്ചയായിട്ടും തിരിച്ചു വരും എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് ജോലിക്കൊക്കെ ആയിട്ട് ദൂരെ ദിക്കിലേക്കൊക്കെ പോയിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയാണ്, ആ പണം കൊടുത്തവരെ എല്ലാം
ഭർത്താവായിട്ട് സ്വീകരിക്കുന്ന ഈ കുലടകൾ എന്ത് ചെയ്തു? ആ ധനം അപഹരിച്ചും കൊണ്ട് അവർക്കിഷ്ടമുള്ള ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള ഈ ധനമൊക്കെ എടുത്തുകൊണ്ട് അവരുടെ വഴിക്കായിട്ട് അവരങ്ങനെ പോവുകയും ചെയ്തു. പക്ഷേ ഈ ദുന്ധുകാരിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ കുത്സിത കർമ്മങ്ങൾ നിമിത്തം ഇങ്ങനെ മരിച്ചപ്പെട്ടതും ഒരു അപമൃത്യുമായതുകൊണ്ടും ഇദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ നിമിത്തവും ഇദ്ദേഹം ഒരു മഹാപ്രേതമായിട്ട് ഭവിച്ചു എന്നാണ്. അങ്ങനെ വഴിപോക്കരൊക്കെ വരുന്നത് കണ്ടാൽ ഇദ്ദേഹം എന്ത് ചെയ്യും? ഈ ദുന്ധുകാരി ഭയങ്കരമായിട്ടുള്ള ഭീഭത്സമായിട്ടുള്ള രൂപമൊക്കെ ധരിച്ച് ഇങ്ങനെ നിൽക്കും. അർത്ഥം ഒന്നും ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ കേൾക്കാൻ പറ്റും, പക്ഷെ എന്താണെന്ന് ആർക്കും മനസ്സിലാകും. പക്ഷെ ആൾക്കാർക്ക് പേടിയായി. അങ്ങനെ മഹാപ്രേതമായിട്ട് ഈ ദുന്ധുകാരി മാറി. അതുപോലെ തന്നെ കാറ്റിൻ്റെ സ്വരൂപം ധരിച്ചുകൊണ്ട് നിൽക്കും. ഈ 10 ദിക്കുകളുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടും, എന്നാൽ അദ്ദേഹത്തിന് ശരീരമില്ല, തണുപ്പും ചൂടും സഹിച്ചുകൊണ്ടും, ആഹാരമില്ലാതെയും, അതുപോലെ തന്നെ ആഹാരം എങ്ങനെ സ്വീകരിക്കും? ശരീരമുണ്ടെങ്കിലല്ലേ ആഹാരം സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ദാഹം കൊണ്ട് തൊണ്ടയൊക്കെ വരണ്ട്, പക്ഷെ ശരീരമില്ല. അങ്ങനെ ആ ചൂടും തണുപ്പും ഒക്കെ സഹിച്ച്, ദാഹവും വിശപ്പും ഒക്കെ സഹിച്ച്, ഒരു ദിക്കിലും ശരണമില്ലാതെ അദ്ദേഹം ഈ ദുന്ധുകാരെ പ്രാർത്ഥിക്കുക, ആ ദൈവമേ, ഈ കഷ്ടാവസ്ഥ എനിക്ക് വന്നു ചേർന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുന്ധുകാരിയുടെ പ്രേതം അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് കഴിയുകയാണ്. അങ്ങനെ കുറേ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ദുന്ധുകാരിയുടെ മരണവൃത്താന്തം ആ തീർത്ഥാടനം ചെയ്ത് കാലം കഴിക്കുന്ന ഗോകർണൻ തൻ്റെ ആ ദേശക്കാരിൽ നിന്നും കേട്ടറിഞ്ഞു. മരിച്ചുപോയ ദുന്ധുകാരിക്ക് വേണ്ടുന്ന ആ കർമ്മങ്ങളെല്ലാം മറ്റാരും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ഗോകർണൻ തന്നെ ഗയാശ്രാദ്ധം ചെയ്തു. ഏതേത് തീർത്ഥത്തിൽ പ്രവേശിക്കുന്നുവോ ആ തീർത്ഥങ്ങളിലെല്ലാം ദുന്ധുകാരിയുടെ ഗതിക്കായിക്കൊണ്ട് ശ്രാദ്ധം കഴിക്കും ഈ ഗോകർണൻ. ഇപ്രകാരം തീർത്ഥാടനം ചെയ്തുകൊണ്ട് ഗോകർണൻ എന്ത് ചെയ്തു? തിരികെ വീണ്ടും തൻ്റെ ആ നാട്ടിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ തൻ്റെ അനുജൻ്റെ സ്ഥാനമാണ് അല്ലേ ഗോകർണന്. തൻ്റെ അനുജനായിട്ടുള്ള ഗോകർണൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ ആ ദുന്ധുകാരിയുടെ മഹാപ്രേതം അർദ്ധരാത്രിയിൽ അതിഭയങ്കരമായിട്ടുള്ള സ്വരൂപത്തെ ഗോകർണന് പ്രത്യക്ഷമാക്കി തീർത്തു. ഗോകർണന് മുമ്പിൽ വന്നിട്ട് ഈ പ്രേതം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അതായത് ഭൂതപ്രേത പിശാചാദ്യ രാത്രോ ക്രീഡന്തി നിത്യശഃ. ഭൂതപ്രേത പിശാചാദികൾ നിത്യവും രാത്രിയിൽ ക്രീഡിക്കും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ സമയത്തൊക്കെ രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കരുത് എന്ന് പഴയ ആൾക്കാരൊക്കെ കൊച്ചു കുട്ടികളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ദുന്ധുകാരിയുടെ പ്രേതവും അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് വന്നു ചേർന്നു. ഇനി ഈ ദുന്ധുകാരിയുടെ ആ ഒരു പ്രേത ക്രീഡയെ പറയുകയാണ്. ഒന്നുകിൽ ആടിൻ്റെ രൂപത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും, മറ്റൊരു ദിക്കിലാണെങ്കിൽ ആനയുടെ, പിന്നെ ഒരിക്കലാണെങ്കിൽ പോത്തിൻ്റെ. പക്ഷെ ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ശരീരമില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ രൂപങ്ങളിലായിട്ട് മനുഷ്യൻ്റെ ആകൃതികൾ ഒഴികെ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം പേടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗോകർണൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ധാരാളം ഇങ്ങനെ ഭേദങ്ങളെ കണ്ട് ധൈര്യത്തെ അവലംബിച്ച ആ ഗോകർണൻ സൽഗതി ലഭിക്കാതെ അലയുന്ന ഒരു പ്രേതമാണിതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, ഈ രാത്രിയിൽ സഞ്ചരിക്കുന്ന അതിഭയങ്കരനായുള്ള സ്വരൂപനായിട്ടുള്ള നീ ആരാണ്? നിന്റെ ഈ അവസ്ഥയിൽ എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? നീ പ്രേതമാണോ, അതോ പിശാചാണോ, അതോ ഇനി വല്ല രാക്ഷസനാണോ? അതുകൊണ്ട് നീ സത്യം എന്നോട് പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ ഗോകർണന ഇപ്രകാരമൊക്കെ ചോദിച്ചപ്പോൾ
ആ പ്രേതം കരയാൻ തുടങ്ങി. കരഞ്ഞ് അദ്ദേഹത്തിന് ഈ ദുന്ദുകാരിക്ക് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അത് വ്യക്തമല്ലാതെ എന്തൊക്കെയോ വാക്കുകൾ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഗോകർണൻ മഹാസിദ്ധനാണ്, ഈശ്വര പ്രാപ്തി നേടിയ ആളാണ്. ആ ഗോകർണൻ എന്ത് ചെയ്തു? തൻ്റെ കിണ്ടിയിൽ നിന്നും കുറച്ച് ജലമെടുത്ത് കയ്യിലെടുത്ത് ആ ജപിച്ചുകൊണ്ട് ആ പ്രേതത്തെ പ്രോക്ഷണം ചെയ്തു. ആ ജലസ്പർശം കാരണമായിട്ട് പാപം നശിച്ച ആ പ്രേതം ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിന്റെ സഹോദരനായിട്ടുള്ള ദുന്ധുകാരിയാകുന്നു. ഞാൻ ചെയ്ത കർമ്മങ്ങൾ നിമിത്തം, ദുഷ്ടകർമ്മങ്ങൾ നിമിത്തം എൻ്റെ ബ്രാഹ്മണ്യം ഇല്ലാതെയായി, ബ്രാഹ്മണ്യം നശിക്കപ്പെട്ടു. ഒരുവൻ യഥാർത്ഥത്തിൽ മനുഷ്യ സ്ത്രീയിൽ ജനിച്ചവൻ, മറ്റേയാള് ആ ഗോവിൽ നിന്നും ജനിച്ചവൻ. അപ്പോൾ ഇവർക്ക് തമ്മിൽ എങ്ങനെയാണ് സാഹോദര്യം വന്നു എന്ന് ശങ്കിക്കേണ്ട. ഏതൊരുവൻ നമുക്ക് ഹിതകാരിയോ അവൻ നമ്മുടെ ബന്ധുവാണ്. ഏതൊരുവൻ നമ്മളെ വളർത്തുന്നുവോ അവൻ പിതാവാണ്. ആര് ഗുരുവോ അവരും നമുക്ക് പിതാവാണ്. അപ്പോൾ ഏത് ദിക്കിൽ ജീവിക്കുന്നുവോ അത് തന്നെ ദേശം എന്ന പ്രമാണപ്രകാരം ഈ ഗോകർണൻ ദുന്ദുകാരിയുടെ സാഹോദര്യം ആണ്. ഒരേ അച്ഛനും അമ്മയാണ് ഇവരെ വളർത്തിയത്, ഒരേ വീട്ടിലാണ് ഇവർ വളർന്നത്. ഒരാൾ മഹാദുഷ്ടനും ഒരാൾ സന്യാസിയുമായി മാറി. എന്നിട്ട് ആ ദുന്ദുകാരി പറയുകയാണ്: മഹത്തായിട്ടുള്ള അജ്ഞാനത്തിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തു, എന്തെല്ലാം ദുഷ്ടതരം ഞാൻ ചെയ്തു, എന്തെല്ലാം അധാർമികത ചെയ്തു, അതിന് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. ലോകത്തെ ഹിംസിക്കുന്നവനിൽ ഒന്നാമനായിരുന്നു ഞാൻ. ധാരാളം വേശ്യാസ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായി. അവസാനം ആ വേശ്യാസ്ത്രീകളെല്ലാവരും ആർക്ക് വേണ്ടിയിട്ടാണോ ഞാനിതെല്ലാം ചെയ്തത്, അവരെല്ലാവരും കൂടി എന്നെ നന്നായി ക്ലേശിപ്പിച്ച് വധിച്ചു എന്ന് പറയും. അതുകൊണ്ട് തന്നെ അപമൃത്യുവായി മാറി ഞാൻ പ്രേതഭാവത്തെ പ്രാപിച്ചു. ഈ കഷ്ടാവസ്ഥ അനുഭവിക്കുകയാണ് സഹോദര. എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. ജന്മാന്തര കർമ്മത്തെ അനുസരിച്ചുള്ള ഫലം ലഭിക്കാതിരിക്കുകയില്ലല്ലോ. അദ്ദേഹം വിഷമിക്കുകയാണ്. അല്ലയോ സഹോദര, കരുണാസിന്ധോ, നീ എന്നെ ഈ പ്രേതഭാവത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ ഒട്ടും വൈകരുത് എന്ന് ആ ഗോകർണനോട് ഈ പ്രേതം പറയുകയാണ്. അപ്പോൾ ഗോകർണൻ ആ ദുന്ദുകാരിയോട് പറയുകയാണ്: അല്ലയോ സഹോദര, നിന്റെ സൽഗതിക്കായിക്കൊണ്ട് വിധിപ്രകാരം ഞാൻ ഗയാശ്രാദ്ധം കഴിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് നീ മുക്തനാകാതിരുന്നത്? ഇതൊക്കെ എനിക്ക് വളരെ ആശ്ചര്യമായിട്ടാണ് തോന്നുന്നത്. മൃതാനാം മുക്തിദാനേ തു ഗയാശ്രാദ്ധം പ്രഗർജതി എന്നാണ്. അതായത് മരിച്ചവർക്ക് മുക്തി കൊടുക്കുന്ന കാര്യത്തിൽ ഗയാശ്രാദ്ധം ഉച്ചത്തിൽ ഗർജിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചവർക്കുള്ള മുക്തിക്ക് ഏറ്റവും നല്ലൊരു മാർഗം എന്നാണ് ഗയാശ്രാദ്ധം എന്നാണ്. അപ്പോൾ ഏതൊരുവൻ്റെ പേര് പറഞ്ഞ് ഗയയിൽ പിണ്ടം വയ്ക്കുന്നുവോ അവൻ നിശ്ചയമായും മുക്തിയെ പ്രാപിക്കും എന്നല്ലയോ ശാസ്ത്രം. അപ്പോൾ ഗയാശ്രാദ്ധത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ പിന്നെ മറ്റൊരു ഉപായം ഞാൻ അറിയുന്നില്ല. ഹേ പ്രേതമേ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത് നിനക്ക് വേണ്ടിയിട്ട്? ഗയാശ്രാദ്ധം ചെയ്താൽ ഏതൊരുവനും മുക്തി കിട്ടും, പക്ഷെ നിനക്ക് അതിൽ നിന്നും മുക്തി കിട്ടുന്നില്ല. ഞാൻ ഇനി എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് നീ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ പ്രേതം പറയുകയാണ്: എത്ര ഗയാശ്രാദ്ധം അങ്ങ് കഴിച്ചാലും എനിക്ക് മുക്തി ഉണ്ടാവില്ല. അത്ര മഹാപാപിയാണ് ഞാൻ. ഇനി മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് നീ തന്നെ ആലോചിക്കൂ ഗോകർണ എന്ന് പറയുകയാണ്. ഇപ്രകാരം ആ ദുന്ദുകാരിയുടെ പ്രേതം പറഞ്ഞത് കേട്ട ഗോകർണന് മഹാ ആശ്ചര്യം തോന്നി.
100 ഗയാശ്രാദ്ധം കൊണ്ടും നിനക്ക് മുക്തി ലഭിക്കുകയില്ലെങ്കിൽ നിന്നെ മോചിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അല്ലയോ പ്രേതമേ, നീ ഇപ്പോൾ ഭയം കൂടാതെ നിന്റെ സ്ഥാനത്ത് തന്നെ പോയി ഇരുന്നു കൊള്ളുക. നിന്റെ മുക്തിയെ സാധിപ്പിക്കുന്നതായിട്ടുള്ള മഹൽ കൃത്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചറിഞ്ഞ ശേഷം വേണ്ടത് ചെയ്തു കൊള്ളാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഗോകർണൻ്റെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് ദുന്ധുകാരി സ്വസ്ഥാനത്തേക്ക് പ്രാപിച്ചു. ഗോകർണൻ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ സഹോദരനായിട്ടുള്ള ഈ പ്രേതത്തിനെ മോചിപ്പിക്കുന്നത്, മുക്തി കൊടുക്കുന്നത് എങ്ങനെയാണ്, ഈ അവസരം നിന്ന് എങ്ങനെ മോചിപ്പിക്കും? അദ്ദേഹം പല നേരം ചിന്തിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു മാർഗവും തെളിഞ്ഞു വന്നില്ല. അങ്ങനെ രാവിലെ ആയപ്പോൾ ജനങ്ങളെല്ലാവരും അറിഞ്ഞു, ഗോകർണൻ തിരികെ നാട്ടിലെത്തിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവർ വളരെ സന്തോഷത്തോടു കൂടി സംഘമായിട്ട് വന്നു ചേർന്ന് അവരോട് രാത്രിയിലുണ്ടായ സംഗതി മുഴുവൻ ഗോകർണൻ പറഞ്ഞു. അപ്പോൾ ഗോകർണനെ കണ്ടപ്പോൾ ഇവർക്ക് വളരെ സന്തോഷം. അല്ലെങ്കിൽ സജ്ജനങ്ങളെ കാണുമ്പോൾ സജ്ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാവും. അങ്ങനെ സാമാന്യന്മാരായിട്ടുള്ള വിദ്വാൻമാർ, യോഗികൾ, ഇവരെല്ലാം മഹാപണ്ഡിതന്മാർ, വേദാന്തികൾ, ഇവരെല്ലാവരും അനേകം ശാസ്ത്രങ്ങളെ പരിശോധിച്ചിട്ടും ദുന്ധുകാരിയുടെ പ്രേതഭാവ നിവൃത്തിക്ക് യാതൊരുവിധ ഉപായവും ലഭിച്ചില്ല. അങ്ങനെ ആ പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് ദുന്ധുകാരിയുടെ പ്രേത മുക്തിക്കുള്ള മാർഗം എന്താണെന്ന് അവർ തീരുമാനിച്ചു. വേദസ്വരൂപനായിട്ടുള്ള സർവ കർമ്മ സാക്ഷി സ്വരൂപനായിട്ടുള്ള ആ സൂര്യഭഗവാന്റെ അഭിപ്രായം അറിയണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ അവർ ഒരുമിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ യോഗപ്രഭാവം കൊണ്ട് സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സൂര്യഭഗവാനോട് ചോദിക്കണ്, അല്ലയോ ജഗത്തിൻ്റെ സാക്ഷിയായിട്ടുള്ള സൂര്യദേവ, എന്തൊരു വഴിക്കായിക്കൊണ്ട് അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഞങ്ങൾ വലിയൊരു സങ്കടത്തിലാണ്. ഈ ദുന്ധുകാരിയെ പ്രേതഭാവത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ ഉപകരിക്കുന്ന കർമ്മം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ധാരാളം കർമ്മങ്ങൾ ചെയ്തു, ഗയാശ്രാദ്ധം വരെ ചെയ്തു. എന്നിട്ടും ദുന്ധുകാരിയെ ആ പ്രേതാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്യണമെന്ന് പറയും. അപ്പോൾ സൂര്യഭഗവാൻ ഗോകർണ വചനം വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് സ്പഷ്ടമായിട്ട് ഇപ്രകാരം പറയുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ദുന്ധുകാരിക്ക് മുക്തി ലഭിക്കും, തീർച്ച. 7 ദിവസം കൊണ്ട് ആ ശ്രീമദ് ഭാഗവതം വായിച്ച് ദുന്ധുകാരിയെ കേൾപ്പിക്കുക. തീർച്ചയായും ദുന്ധുകാരിക്ക് മോക്ഷം ലഭിക്കും എന്ന ആ സൂര്യഭഗവാന്റെ നിർദ്ദേശം കേട്ട് ആ വചനത്തെ ധർമ്മസ്വരൂപമായിട്ട് നിശ്ചയിച്ചു. എന്തൊക്കെ പണിപ്പെട്ടാലും ശരി, ഈ കാര്യം വേണ്ടും വിധം ചെയ്യണം എന്നെല്ലാവരും ചേർന്നു തീരുമാനിച്ചു. അങ്ങനെ അവരൊരു ശ്രീമദ് ഭാഗവത സപ്താഹി നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. 7 ദിവസം കൊണ്ട് തന്നെ ഭാഗവതം വായിക്കാനും, അങ്ങനെ വായിച്ചു തീർത്താൽ പ്രേതത്വത്തിൽ നിന്നും മുക്തി വരുന്നതാണെന്നും നിശ്ചയിച്ച ഗോകർണൻ അങ്ങനെ ആ ഭാഗവതം വായിക്കാൻ ഒരുങ്ങി. അത് കേൾക്കാനായിട്ട് ഈ ദൂരദേശങ്ങളിൽ നിന്ന് പോലും, ഗ്രാമങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ അവിടെ വന്നുകൂടി. മുടന്തന്മാർ, അന്ധന്മാർ, വൃദ്ധന്മാർ, മൂഢന്മാർ മുതലായ പലരും അവരുടെ പാപക്ഷയത്തിനായിട്ട് സപ്താഹ ശ്രവണത്തിന് വന്നു ചേർന്നു. അങ്ങനെ വലിയ ഒരു സംഘമായിട്ട് ദേവന്മാർക്കും കൂടെ ആശ്ചര്യം ജനിപ്പിക്കുവാൻ തക്ക തരത്തിൽ അവിടെ ഒരു സപ്താഹ വേദി ഉണർന്നു. അങ്ങനെ ആ ഗോകർണൻ ഭാഗവതം വായിക്കാനായിട്ട് ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു പീഠത്തിലിരുന്നു. ഉടനെ എന്ത് ചെയ്തു? ആ ദുന്ധുകാരിയുടെ പ്രേതവും തനിക്കിരിക്കാനായിട്ട് അനുചിതമായിട്ടുള്ള ഒരു സ്ഥാനത്തെ നിരീക്ഷണം ചെയ്തു. അപ്പോൾ ആ വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തിൻ്റെ
സമീപത്തിൽ 7 കമ്പുകളോടുകൂടിയ ഒരു മുള നല്ല ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ദ്വാരത്തിലൂടെ ആ പ്രേതം അതിൽ പ്രവേശിച്ചു ഭാഗവതം കേൾപ്പാനായിട്ടിരുന്നു. അങ്ങനെ ആ പ്രേതം അചഞ്ചലമായിട്ടുള്ള ആ നിലയിൽ കഥാശ്രവണം തുടങ്ങി. അങ്ങനെ ആ മുളയുടെ അകത്തിരുന്ന് കഥാശ്രവണത്തിന് സ്ഥിരമായ ഒരു ആസനം ആവശ്യമാണെന്ന് പറയുകയാണ്. എന്നിട്ട് ആ ശ്രദ്ധായുക്തനും അഭിജ്ഞനുമായിട്ടുള്ള ഒരു മുഖ്യ ശ്രോതാവിനെ കഥാകഥനത്തിന് വേണ്ടിയിട്ട് വേണം എന്നാണ്. അങ്ങനെ വിഷ്ണുഭക്തനായുള്ള ഒരു ബ്രാഹ്മണനെ മുഖ്യ ശ്രോതാവായിട്ട് ഗോകർണൻ നിശ്ചയിച്ചു. അതായത് ചില സമയത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഭാഗവത സപ്താഹം യജ്ഞം നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും രാവിലെയുള്ള സമയത്തും ഉച്ചയ്ക്ക് ഊണിന് ശേഷവും യജ്ഞവേദിയിൽ ഒരാൾ പോലും ഉണ്ടാവാറില്ല. അങ്ങനെ പാടില്ല എന്നാണ് പറയുന്നത്. മുഖ്യ ശ്രോതാവായിട്ട് ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ആ ഗോകർണൻ ഒരു മുഖ്യ ശ്രോതാവായിട്ട് ഒരു ബ്രാഹ്മണനെ, ഒരു വിഷ്ണു ഭക്തനായിട്ടുള്ള ബ്രാഹ്മണനെ നിശ്ചയിച്ചു. അങ്ങനെ പ്രഥമ സ്കന്ധം മുതൽ വായിക്കാൻ ആരംഭിച്ചു. ആ ശ്രോതാക്കന്മാർക്കെല്ലാം നന്നായി മനസ്സിലാകത്തക്ക രീതിയിലാണ് ഗോകർണൻ ഭാഗവതം വായിച്ചത്. അങ്ങനെ ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ ആ സന്ധ്യാവന്ദന സമയത്തിൽ കഥ നിർത്തി. അപ്പോൾ വളരെ ആശ്ചര്യമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സജ്ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കവേ തന്നെ മുളയുടെ ഒന്നാമത്തെ ഗ്രന്ഥി, അതായത് ഒന്നാമത്തെ കമ്പ് പൊട്ടിപ്പിളർന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ. അങ്ങനെ 2-ാം ദിവസം സന്ധ്യയിൽ 2ാമത്തെ ഗ്രന്ഥിയും പൊട്ടി. ഇങ്ങനെ 7 ദിവസം കൊണ്ട് അങ്ങനെ 7 കമ്പുകളും പൊട്ടിപ്പോയി. അങ്ങനെ ആ 12 സ്കന്ധങ്ങളിലെ ഈ ശ്രവണത്തിൽ നിന്നും സിദ്ധിച്ച മഹാപുണ്യലാഭത്താൽ പ്രേതം ആ പ്രേത ഭാവത്തെ വെടിഞ്ഞു ആ ദിവ്യമായിട്ടുള്ള ഒരു രൂപത്തോടു കൂടി ഭവിച്ചു. അദ്ദേഹം തുളസീമാലയാൽ അലങ്കരിക്കപ്പെട്ടും ആ മഞ്ഞപ്പട്ടുടുത്തും മേഘം പോലെ ശ്യാമള നിറത്തോടും അതുപോലെ തന്നെ കിരീടകുണ്ടലങ്ങളെ ധരിച്ചും കൊണ്ട് സഹോദരനായിട്ടുള്ള ആ ഗോകർണനെ നമസ്കരിച്ചിട്ട് ഈ വിധം പറയുകയാണ്: അല്ലയോ ബന്ധോ, അല്ലയോ സഹോദര, കരുണയോടുകൂടി നീ എന്നെ പ്രേതരൂപത്തിൽ ഇരിക്കേണ്ടതായ ആ മഹാപാപത്തിൽ നിന്നും മോചിപ്പിച്ചു. പ്രേതപീഠയെ നിശേഷം നശിപ്പിക്കുവാൻ തക്ക മാഹാത്മ്യത്തോടു കൂടിയ ഭാഗവത കഥ ഏറ്റവും ധന്യമാണ്. സപ്താഹ പാരായണം കേൾക്കാനിരിക്കുന്നവരെ ബാധിച്ചിരിക്കുന്ന സർവ പാപങ്ങളും വിറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പാപങ്ങൾ വിചാരിക്കുന്നു ഈ ഭാഗവത കഥ ഞങ്ങളെ ഇപ്പോൾ നശിപ്പിക്കുമെന്ന്. ഇത് ജനങ്ങളുടെ ആർദ്രം, അതായത് അറിവോടുകൂടി ചെയ്ത പാപം, അറിവില്ലാതെ ചെയ്ത പാപം, ലഘുക്കളായിട്ടുള്ള കീടങ്ങൾ, പാറ്റകൾ ഇവയെ വധിച്ചത് കൊണ്ടുള്ള പാപം, പശു മുതലായ നാൽക്കാലികളെ വധിച്ചതിനുള്ള പാപം, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചേഷ്ടകൾ കൊണ്ടോ ചെയ്തതായിട്ടുള്ള സകലവിധ പാപങ്ങളും ഈ ഭാഗവത കഥാശ്രവണം അഗ്നി വിറകുകളെ എന്ന പോലെ ക്ഷണത്തിൽ ദഹിപ്പിക്കും. അത്ര മഹാത്മ്യമുണ്ട് ഈ ഭാഗവത കഥയ്ക്ക്. അങ്ങനെ ആ ദിവ്യദേഹം ധരിച്ചിരിക്കുന്ന ദുന്ധുകാരി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 4 ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന ആ ഒരു പ്രഭാമണ്ഡലത്തോടു കൂടിയതും വൈകുണ്ഠവാസികൾ ആയിരിക്കുന്നതുമായിട്ടുള്ള ആ ഒരു വിമാനം അവിടെ പ്രത്യക്ഷമായി. വിഷ്ണു പാർഷദന്മാരുടെ ആ ഒരു വിമാനം അവിടെ കാണപ്പെട്ടു. ആ സർവ ഭക്തന്മാരും കണ്ടുകൊണ്ടിരിക്കെ തന്നെ ആ ദുന്ദുളിയുടെ പുത്രൻ ആ വിമാനത്തിൽ കയറി. വിമാനത്തിലിരിക്കുന്ന വൈഷ്ണവന്മാരെ കണ്ടിട്ട് ഗോകർണൻ ഇപ്രകാരം പറയുകയാണ്: ഇവിടെ തന്നെ എൻ്റെ വായന കേട്ടുകൊണ്ടിരിക്കുന്ന നിർമ്മലന്മാരായിട്ടുള്ളവർ ധാരാളം പേരുണ്ടല്ലോ. അവർക്കെല്ലാവർക്കും ഒരേ സമയത്തിൽ ഈ മോക്ഷം അല്ലെങ്കിൽ വൈകുണ്ഠപ്രാപ്തിക്ക് എന്താണ് കാരണമാകാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്:
വിഷ്ണു പാർഷദന്മാർ പറയുകയാണ് കാരണഭേദ നിമിത്തം കാര്യഭേദം കാണപ്പെടുന്നുവെന്നുള്ള ന്യായാനുസരണം ഹരിദാസന്മാർ പറയുകയാണ്. ശ്രവണത്തിൻ്റെ വിശേഷവിധിയിൽ നേരിടുന്നതായിട്ടുള്ള ഭേദത്താൽ ഫലത്തിനും ഭേദമുണ്ടാകുന്നു. എല്ലാവരും പുരാണം വായിക്കുന്നത് കേട്ടു, അത് പ്രകാരം എല്ലാവരും ഒരുപോലെ മനനം ചെയ്തില്ല. നമ്മളും ധാരാളം ഭഗവാന്റെ കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ മനനം ചെയ്തില്ല. മനനം ചെയ്യുമ്പോഴാണ് ആ കഥ നമ്മൾ ഉറയ്ക്കുന്നത്, ആ ഒരു ഭക്തിഭാവം ഉള്ളിൽ ഉറയ്ക്കുന്നത്. ഭജനഭേദം നിമിത്തമാണ് അല്ലയോ പൂജ്യ ഫലഭേദം ഉണ്ടായിട്ട് ഇരിക്കുന്നത്. 7 രാത്രി ഉപവാസം ദീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പ്രേതം ശ്രവിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രേതത്താൽ മനസ്സിനെ സ്ഥിരമാക്കിയിട്ട് മനനം, നിധിധ്യാസനം മുതലായവയും ചെയ്യപ്പെട്ടു. ജ്ഞാനം ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ മനനാദികൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ജ്ഞാനം ക്രമത്തിൽ നശിക്കുമെന്ന് പറയുന്നു. കേൾക്കുന്നതിലും മനസ്സിനെ ശരിക്ക് നിർത്തണം. അനവധാനം നിമിത്തം ശ്രവണം നിഷ്ഫലമായി വരും എന്ന് പറയുന്നു. അങ്ങനെ ആ വേദം പഠിക്കാതിരുന്ന ബ്രാഹ്മണന് നൽകുന്ന ദാനം നിഷ്ഫലമാണ്. സദാചാരമില്ലായ്മ കുലനാശത്തിന് കാരണമായി വരുന്നു. ഗുരുവാക്യങ്ങളിൽ വിശ്വാസം, താൻ ദീനനാണെന്നുള്ള വിചാരം, മനസ്സിനെ ചലിപ്പിക്കുന്ന കാമക്രോധാദി വൃത്തികളുടെ മീതെ ജയം, കഥയിൽ ചലിക്കാതിരിക്കുന്നതിനുള്ള ദൃഢഭാവം എന്നിങ്ങനെയുള്ള ഭാവങ്ങൾ തികഞ്ഞിരിക്കുന്നവനു ശ്രവണത്തിൽ ശരിയായിട്ടുള്ള ഫലം ലഭിക്കും എന്ന് പറയുകയാണ്. വീണ്ടും ആ കഥാശ്രവണമുണ്ടായാൽ അതിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും വൈകുണ്ഠത്തിൽ വാസം ലഭിക്കും. ഗോകർണ, നിനക്കാകട്ടെ ശ്രീ ഗോവിന്ദൻ തന്നെ ഗോലോകത്തെ നൽകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സപ്താഹം നടത്തുക എന്ന് ആ കുമാരന്മാർ, വിഷ്ണു പാർഷദന്മാർ പറയുകയാണ്. അങ്ങനെ ഒരിക്കൽ കൂടി ആ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം വീണ്ടും പാരായണം ചെയ്തു. അവരെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശ്രീഹരി തന്നെ, ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷമായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ജയ ജയ ശബ്ദങ്ങളും നാമശബ്ദങ്ങളും ഒക്കെ അവിടെ മുഴങ്ങി. സന്തോഷാധിക്യ നിമിത്തം ആ ഭഗവാൻ തന്നെ പാഞ്ചജന്യത്തെ ധ്വനിപ്പിച്ചു. ആ ഗോകർണനെ ഭഗവാൻ ആലിംഗനം ചെയ്തിട്ട് തന്നോട് തുല്യമായിട്ടുള്ള സ്വരൂപവാനാക്കി തീർത്തു. എന്തുകൊണ്ടാണ്? ഇത്രയും ആ സജ്ജനങ്ങൾക്ക് മോക്ഷത്തിനുള്ള മുക്തിക്കുള്ള മാർഗത്തെ തുറന്നു കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ പാഞ്ചജന്യം മുഴക്കി. എന്നിട്ട് ആ ഗോകർണനെ ആലിംഗനം ചെയ്തു. ഇതിൽ പരമൊരു പുണ്യം, ഭാഗ്യം ഗോകർണൻ ചെയ്യാനുണ്ടോ? അങ്ങനെ ആ ഗോകർണനെ തൻ്റെ തന്നെ സ്വരൂപമുള്ളവനാക്കി തീർത്തു. അങ്ങനെ ആ ശ്രീഹരി ക്ഷണത്തിൽ ആ ശ്രോതാക്കന്മാരായിട്ടുള്ള മറ്റു ജനങ്ങളെയും നീലമേഘ അമളന്മാരാക്കി, മഞ്ഞപ്പട്ട് ധരിച്ചവരും കിരീടകുണ്ടലാദികൾ അലങ്കാരങ്ങൾ ഇവയെല്ലാം ധരിക്കപ്പെട്ടവരാക്കി മാറ്റി. അങ്ങനെ ആ ഗ്രാമത്തിൽ ആ ചണ്ടാളാദികളായിട്ടുള്ള എല്ലാവർക്കും ബ്രാഹ്മണാദികൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഏതെല്ലാം ജനങ്ങളുണ്ടോ അവർക്കെല്ലാവർക്കും ആ ഭഗവാന്റെ സായുജ്യ മുക്തി കൊടുത്തു. അങ്ങനെ ആ ഗോകർണൻ്റെ പേരിലുള്ള ആ ഒരു കാരുണ്യാതിശയ നിമിത്തം ആ ശ്രീഹരി തന്നെ, ഭഗവാൻ തന്നെ എല്ലാവരെയും ആ വൈകുണ്ഠത്തിലേക്കുള്ള ആ ഒരു വിമാനത്തിൽ എല്ലാവരെയും കയറ്റി എല്ലാവർക്കും ആ ഒരു സായുജ്യ മുക്തി നൽകപ്പെട്ടു. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു പുരാണമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഇത്രയും ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടും ഇത്രയും മഹാദുഷ്ടനായിട്ട് കൂടി ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടിയെങ്കിൽ സാധാരണ മനുഷ്യരുടെ കാര്യം പിന്നെ പറയണമോ? അതുകൊണ്ട് എല്ലാവരും ഭാഗവതത്തെ ആശ്രയിക്കുക, ഭാഗവതം പഠിക്കുക, ഭാഗവതം കേൾക്കുക, സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.
സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരു